നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് 21 ഒക്ടോബർ നാഷണൽ പോലീസ് കമ്മമറേഷൻ ഡേ ആയിരുന്നു. 1959 ലഡാക്കിൽ വെച്ച് ചൈനീസ് ട്രൂപ്സ് ആയിട്ടുണ്ടായ ഏറ്റുമുട്ടലിൽ മരണപ്പെട്ട കുറേ പോലീസ്മാൻസ് ഉണ്ട്. അവരെ റിമെമ്പർ ചെയ്യുന്നൊരു ഡേ ആണിത്. അപ്പോൾ ഈ ഡേ എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് പേഴ്സണൽസ് അവരുടെ നേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബ്രേവറി ആയിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തതിനുള്ളൊരു ട്രിബ്യൂട്ടായിട്ടാണ് ഇങ്ങനെ ഒരു ഡേ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. The DGPs and IGSPs conference held in 1962 decided to observe October 21 every year as Police Commemoration Day. അപ്പോൾ ഒക്ടോബർ 21 എല്ലാ വർഷവും പോലീസ് കമ്മമറേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് 1962 DGPസിൻ്റെയും IGPസിൻ്റെയും ഒക്കെ കോൺഫറൻസിൽ തീരുമാനിച്ചതാണ്. PM മോദിജി നാഷണൽ പോലീസ് മെമ്മോറിയൽ ന്യൂഡൽഹിയിൽ ഒരു പോലീസ് കമ്മമറേഷൻ ഡേ ആയിട്ട് ബന്ധപ്പെട്ട് 2018 ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു നാഷണൽ പോലീസ് മെമ്മോറിയൽ കൊണ്ടുവന്നിരുന്നു. നെക്സ്റ്റ് 21 ഒക്ടോബർ വേൾഡ് അയഡിൻ ഡെഫിഷ്യൻസി ഡേയും കൂടെ ആയിരുന്നു. അപ്പോൾ ഗ്ലോബൽ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് പ്രിവെൻഷൻ ഡേ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അയഡിൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ എസെൻഷ്യലായിട്ട് നമ്മുടെ ശരീരത്തിൽ എസെൻഷ്യലായിട്ട് ആവശ്യമുള്ള ഒരു മിനറലാണ്. ഇറ്റ് ഈസ് ദൻ എസെൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് തൈറോയിഡ് ഹോർമോൺസ്. തൈറോയിഡ് ഹോർമോൺസ് ആയിട്ടുള്ള തൈറോക്സിനും അതുപോലെ ട്രൈഹൈഡോ തൈറോനൈനും ഉള്ളിലുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അയഡിൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇൻഫാൻസിൻ്റെ വളരെ കുഞ്ഞു കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനും ഫീറ്റൽ ഡെവലപ്മെൻറ്റിനും ഒക്കെ അവരുടെ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്നതിനൊക്കെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു മിനറലാണ് അയഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ അയഡിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ശരിക്കും വളരെ മോസ്റ്റ് കോമൺ ആണ്. അത് പ്രധാനമായിട്ടും ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. തൈറോയിഡ് ഗ്ലാൻഡ് സാധാരണത്തെക്കാളും വലിപ്പം കൂടുതൽ വയ്ക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ പറയുന്ന ഗോയിറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിജയ കിഷോർ റഹാത്കാർ അപ്പോയിൻറ്റഡ് 9th NCW ചെയർപേഴ്സൺ. NCW എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആണ്. അപ്പോൾ അതിന് പുതിയൊരു ഡയറക്ടറിന് അല്ലെങ്കിൽ ചെയർപേഴ്സണ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വുമണിൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു വിജയ കിഷോർ 2016 മുതൽ 2021 വരെ. അവർ കുറേ ഇനീഷ്യേറ്റീവ്സ് അവിടെ കൊണ്ടുവന്നിരുന്നു. സാക്ഷമ എന്ന് പറയുന്നത്, അതായത് ഈ ആസിഡ് അറ്റാക്ക് സർവൈവേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാക്ഷമ എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവരുന്നിരുന്നു. അതുപോലെ പ്രജ്വാല എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് സ്കീംസിനെയും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു പരിപാടി കൊണ്ടുവന്നിരുന്നു. സുഹിത എന്ന് പറയുന്ന 24/7 ഹെൽപ്പ് ലൈൻ സർവീസ് വുമൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമും അവർ കൊണ്ടുവന്നിരുന്നു. ഇനി നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് നാഷണൽ കമ്മീഷൻ ഫോർ വുമൻസ് ആക്ട് 1990 കീഴിലാണ്. വുമൺ റൈറ്റ്സ് ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിനും പ്രൊട്ടക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. The first commission was constituted on January 31st, 1992. 1992 ജനുവരി 31 ഈ ആദ്യത്തെ ഒരു കമ്മീഷൻ കൊണ്ടുവന്നത്. ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് മിസ് ജയന്തി പട്നായിക് ആയിരുന്നു. ഈ NCW അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, 5 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കും. ടേം വരുന്നത് 3 വർഷത്തേക്കാണ്. നെക്സ്റ്റ് LG മനോജ് സിൻഹ അപ്പോയിൻറ്റ്സ് മുബാറക് ഗുൾ as pro ടൈം സ്പീക്കർ ഓഫ് JNK അസംബ്ലി. ഇപ്പോൾ മുബാറക് ഗുൾ എന്ന് പറയുന്ന ഒരു സീനിയർ നാഷണൽ കോൺഫറൻസ് ലീഡറാണ്, MLA ആണ്. അപ്പോൾ ഇദ്ഗാഹ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്നാണ് അവർ MLA ആയിട്ട് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെയാണ് ഒരു പ്രോ ടൈം സ്പീക്കറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് അഭ്യുദയ് ജിന്ദാൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ്. അപ്പോൾ ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത് ഒരു നാഷണൽ ബിസിനസ് അസോസിയേഷൻ ആണ്. അത് അഭ്യുദയ് ജിന്ദാലിനെ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ജിന്ദാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡിൻ്റെ MD ആണ് അഭ്യുദയ് ജിന്ദാൽ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് പുതിയ പ്രസിഡൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് മുൻപ് ഈ പൊസിഷനിൽ ഉണ്ടായിരുന്നത് അമയ്യ പ്രഭു എന്ന് പറയുന്ന ഒരാൾ ആയിരുന്നു. നെക്സ്റ്റ് TV നരേന്ദ്രൻ അപ്പോയിൻറ്റഡ് ആസ് ചെയർമാൻ ഓഫ് വേൾഡ് സ്റ്റീൽ ബിക്കം സെക്കൻഡ് ഇന്ത്യൻ ടു ലീഡ് ദ ഗ്ലോബൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഗ്ലോബൽ ബോഡി ആണ് ഈ വേൾഡ് സ്റ്റീൽ അസോസിയേഷൻ അല്ലെങ്കിൽ വേൾഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ ടാറ്റ സ്റ്റീൽ MD and CEO താച്ചാദ് വിശ്വാന്ത് നരേന്ദ്രൻ ആണ് ഇതിൻ്റെ ചെയർമാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടത്. ഈ ഒരു പൊസിഷനിലേക്ക് എത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ആണ് ഇദ്ദേഹം. JSW ഗ്രൂപ്പ് ചെയർമാൻ സജാൻ ജിന്ദാൽ ഇതിനു മുൻപ് ഈ ഒരു പൊസിഷനിൽ എത്തിയിരുന്നു. 2021 വേൾഡ് സ്റ്റീലിൻ്റെ ചെയർപേഴ്സണായിട്ട് അദ്ദേഹം എത്തിയിരുന്നു. സെക്കൻഡ് ടേം ആണ് ഇന്ത്യൻ ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്.
നെക്സ്റ്റ് പ്രബോവോ സുബിയാന്തോ ടേക്സ് ഓവർ ആസ് പ്രസിഡന്റ് ഓഫ് ഇന്തോനേഷ്യ. അപ്പോൾ ഇന്തോനേഷ്യയ്ക്ക് പുതിയ പ്രസിഡന്റിനെ കിട്ടിയിരിക്കുകയാണ്. പ്രബോവോ സുബിയാന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്. വേൾഡിലെ തേർഡ് ലാർജസ്റ്റ് ഡെമോക്രസിയാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാപിറ്റൽ ജക്കാർത്തയാണ്. കറൻസി ഇന്തോനേഷ്യൻ റുപ്പയാണ്. ഇന്തോനേഷ്യ മലേഷ്യയുമായിട്ടൊരു ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ബോർണിയയുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടായിട്ടും ഒരു ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. പാപ്പ ന്യൂഗിനിയായിട്ട് ഒരു ബോർഡർ ഷെയറിങ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഹരിക്കെയിൻ ഓസ്കാർ മേക്സ് ലാൻഡ് ഫോൾ ഇൻ ഈസ്റ്റേൺ ക്യൂബ. ക്യാപിറ്റൽ വരുന്നത് ക്യൂബയുടെ ക്യാപിറ്റൽ ഹവാനയാണ്. കറൻസി ക്യൂബൻ പെസോ അല്ലെങ്കിൽ കപ്പ് എന്ന് പറയും. അറ്റ്ലാന്റിക് ഓഷ്യൻ നോർത്ത് ഈസ്റ്റ് സൈഡിൽ വരുന്നു. ഗൾഫ് ഓഫ് മെക്സിക്കോ വെസ്റ്റ് സൈഡിൽ, കരീബിയൻ സീ സൗത്തിൽ. ഹെയ്ത്തി എന്ന് പറയുന്നത് നിയറസ്റ്റ് നൈബറിംഗ് കൺട്രിയാണ് ക്യൂബയുടെ. നെക്സ്റ്റ് ഇന്ത്യ ആൻഡ് ഒമാൻ കണ്ടക്ടഡ് ജോയിന്റ് നേവൽ എക്സസൈസ് നസീം അൽ ബാഹർ ഓഫ് ഗോവ കോസ്റ്റ്. അപ്പോൾ ഇന്ത്യൻ നേവിയും റോയൽ നേവി ഓഫ് ഒമാനും കൂടി സക്സസ്ഫുള്ളി നസീം അൽ ബാഹർ എന്ന് പറയുന്ന ഒരു നേവൽ എക്സസൈസ് ഗോവയിൽ കൺക്ലൂഡ് ചെയ്തു. ഒക്ടോബർ 13 മുതൽ ഒക്ടോബർ 18 വരെയാണ് അത് നടന്നത്. ഈ എക്സസൈസ് എന്ന് പറയുന്നത് 2 ഫേസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്തത്. ഹാർബർ ഫേസും സീ ഫേസും ഉണ്ടായിരുന്നു. ഒമാൻ ഇസ് ദ ഫസ്റ്റ് ഗൾഫ് കൺട്രി വിത്ത് വിച്ച് ഓൾ ദ 3 വിങ്സ് ഓഫ് ഇന്ത്യസ് ഡിഫൻസ് ഫോഴ്സസ് ഹോൾഡ് ജോയിന്റ് എക്സസൈസ്. ഇന്ത്യയുടെ 3 വിങ്സ് ഓഫ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന്റെ 3 വിങ്സുമായിട്ട് ജോയിന്റ് എക്സസൈസ് ഉള്ള ആദ്യത്തെ ഒരു ഗൾഫ് കൺട്രിയാണ് ഒമാൻ എന്ന് പറയുന്നത്. ഇനി എക്സസൈസ് സൗലംബൻ ശക്തി എന്ന് പറയുന്ന ഒരു എക്സസൈസിനെ കുറിച്ച് പറയാം. ഇന്ത്യൻ ആർമീസ് സുദർശൻ ചക്ര കോപ്സ് അണ്ടർ ദി സദേൺ കമാൻഡ് ആണ് ഈ ഒരു എക്സസൈസ് കണ്ടക്ട് ചെയ്തത്. ഇത് ഝാൻസിയിലെ ബാബിന ഫീൽഡ് ഫയറിംഗ് റേഞ്ചസിലാണ് ഇത് കണ്ടക്ട് ചെയ്തത്. 17 മുതൽ 22 ഒക്ടോബർ വരെയായിരുന്നു ഇത് നടന്നത്. അപ്പോൾ ഈ കോപ്പ് സുദർശൻ ചക്ര കോപ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഭോപ്പാലാണ് അവരുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ആർമിയുടെ കോമ്പാക്റ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യിക്കുക, അതുവഴി അതിന് വേണ്ടിയിട്ട് പുതിയ ടെക്നോളജീസും അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഈ എക്സസൈസ് എന്ന് പറയുന്നത് മെയിനായിട്ട് പുതിയ ടെക്നോളജി, അതായത് ന്യൂ ടെക്നോളജി എക്യുപ്മെൻറ്റ് ആർമിയുടെ ഒഫൻസീവ് ഓപ്പറേഷൻസിലേക്ക് കൊണ്ടുവരിക, അതുവഴി ഫ്യൂച്ചർ കോൺഫ്ലിക്റ്റ് സെനറീസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് പ്രിപ്പയർനെസ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. ലെഫ്റ്റനന്റ് ജനറൽ പ്രീത് പാൽ സിംഗും ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഓഫ് സുദർശൻ ചക്ര കോപ്സ്. ഈ സുദർശൻ ചക്ര കോപ്സിൻ്റെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് എന്ന് പറയുന്നത് ലെഫ്റ്റനന്റ് ജനറൽ പ്രീത് പാൽ സിംഗ് ആണ്. നെക്സ്റ്റ് ഒഡീഷ ടു ഹോസ്റ്റ് 18th പ്രവാസി ഭാരതീയ ദിവസ് ഇൻ ഭുവനേശ്വർ. അപ്പോൾ 8 മുതൽ 10th ജനുവരി 2025 ആണ് ഇത് നടത്താൻ പോകുന്നത്. പ്രവാസി ഭാരതീയ ദിവസം എന്ന് പറയുന്നത് 2003 മുതൽ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നത് 1915 9th ജനുവരിയിലാണ്. അപ്പോൾ ആ ഒരു ഡേ ആണ് നമ്മൾ ഈ ഒരു പ്രവാസി ഭാരത് ദിവസമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ടു മാർക്ക് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഓവർസീ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കൺട്രി. നമ്മുടെ ഇന്ത്യൻ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഓവർസീ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ്, അതായത് നമ്മുടെ ഇവിടെ നിന്ന് പുറത്തുപോയി ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകൾ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ് ഈ ഒരു ദിവസം വരുന്നത്. ദ ലാസ്റ്റ് പ്രവാസി ഭാരതീയ ദിവസം എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ചിട്ടാണ് നടന്നത്. നെക്സ്റ്റ് കർണാടക ലോഞ്ചസ് AI ടൂൾ ശിക്ഷ കോപ്ലോട്ട് ഫോർ ടീച്ചേഴ്സ്. ശിക്ഷ കോപ്ലോട്ട് എന്ന് പറയുന്നത് AI പവേർഡ് ഡിജിറ്റൽ അസിസ്റ്റൻ്റ് ആണ്. ലേണിംഗ് ഔട്ട്കംസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ടീച്ചേഴ്സിനെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ടീച്ചിങ് റിസോഴ്സസ് ഉപയോഗിക്കാൻ എംപവർ ചെയ്യിക്കുക എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സിക്സാന ഫൗണ്ടേഷനും മൈക്രോസോഫ്റ്റ് റിസർച്ച് ഇന്ത്യയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കൊളാബറേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ശിക്ഷ കോപൈലറ്റ് എന്ന് പറയുന്നത് പ്രൊജക്ട് വെല്ലമിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊരു മൈക്രോസോഫ്റ്റ് റിസർച്ച് ഇന്ത്യാസ് പ്ലാറ്റ്ഫോമാണ്. മെയിനായിട്ട് സ്പെഷ്യലൈസ്ഡ് AI കോപൈലറ്റ്സിനെ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് എല്ലാവർക്കും ആക്സസ് ചെയ്യുന്ന രീതിയിലും മെയിനായിട്ട് ടീച്ചേഴ്സ് മുതൽ ഫാമേഴ്സ് വരെയുള്ള എല്ലാ താഴെത്തട്ടിലുള്ള ആളുകൾക്കും എത്തിക്കുന്ന രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് മധ്യപ്രദേശ് പിങ്ക് അലാംസ് ഇൻസ്റ്റാൾഡ് അറ്റ് ഹോസ്പിറ്റൽ. അപ്പോൾ മധ്യപ്രദേശിൽ ആദ്യമായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നിരിക്കുകയാണ് പിങ്ക് അലാംസ്. പിങ്ക് അലാംസ് എന്ന് പറയുന്നത് സ്റ്റാഫ് ഡ്യൂട്ടി റൂമുകളിൽ ഗവൺമെൻറ് റൺ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലും മെഡിക്കൽ കോളേജസിലൊക്കെയാണ് വരാൻ പോകുന്നത്. ആദ്യമായിട്ട് ധാത്തിയിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ അലാം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈറൺ മുഴങ്ങും. വിത്തിൻ 5 minutes സെക്യൂരിറ്റി പേഴ്സൺസിന് ആ ഒരു ട്രബിളായ പേഴ്സൻ്റെ അടുത്തേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് 2024 എക്കണോമിക് ഫ്രീഡം ഓഫ് ദി വേൾഡ് റിപ്പോർട്ട്. അപ്പോൾ 29th എഡിഷനാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. കമ്പയർ ചെയ്യുന്നത് കാനഡയുടെ ഫ്രാസർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഹോങ്കോങ് ആണ് നമ്പർ 1 ആയിരിക്കുന്നത്. 165 ജൂറിസ്ഡിക്ഷൻസ് ആണ് ഇതിനകത്ത് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നമ്പർ 1 ഹോങ്കോങ് ആണ്.
ഇന്ത്യയുടെ സ്ഥാനം 84th ആണ്. ലാസ്റ്റ് ഇയർ 87th ആയിരുന്നു. ചൈന 104ാമത്തെ സ്ഥാനമാണ്. റഷ്യക്ക് 119ാമത്തെ സ്ഥാനമാണ്. അപ്പോൾ ഇവരെന്തൊക്കെയാണ് നോക്കുന്നത്? ദേ മെഷർ ദ ഡിഗ്രി ടു വിച്ച് പീപ്പിൾ ആർ അലൗഡ് ടു മേക്ക് ദെയർ ഓൺ എക്കണോമിക് ചോയ്സസ് ബേസ്ഡ് ഓൺ 5 areas ഓഫ് അസസ്മെൻറ്റ്. ഒരു 5 ഏരിയ ഓഫ് അസസ്മെൻ്റ് ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് പീപ്പിൾസിന് അവരുടേതായിട്ടുള്ള എക്കണോമിക് ചോയ്സസ് എടുക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം അലോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഒരു ഡിഗ്രി ഓഫ് മെഷറായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എക്കണോമിക് പോളിസീസ് ഇൻഡിവിജ്വൽ ഫ്രീഡംസിനെ എഫക്റ്റ് ചെയ്യുന്നത് ഇതുവഴി കോംപ്രിഹെൻസീവായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ഓവറോൾ എക്കണോമിക് പെർഫോമൻസും ഇതുവഴി പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ വർഷം മോസ്റ്റ് റീസെൻറ്റ് ഡാറ്റ 2022 ഡാറ്റ പ്രകാരം ദ മോസ്റ്റ് എക്കണോമിക്കലി ഫ്രീ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഹോങ്കോങ് ആണ്. കാരണം ഫസ്റ്റ് സ്ഥാനം അതിനാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് സിംഗപ്പൂരാണ്, സ്വിറ്റ്സർലാൻഡ് 3rd, ന്യൂസിലാൻഡ് 4th, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 5th. അപ്പോൾ ഗ്ലോബൽ എക്കണോമിക് ഫ്രീഡം എന്ന് പറയുന്നത് ശരിക്കും കഴിഞ്ഞ ഒരു ഹാസ് ഡിക്ലൈൻഡ് ഇൻ ഈച്ച് ഓഫ് ദ 3 years സിൻസ് ദ ഓൺസെറ്റ് ഓഫ് കൊറോണ വൈറസ് പാൻഡമിക് ആൻഡ് ഇറേസിംഗ് മോർ ദാൻ എ ഡിക്കേഡ് ഓഫ് ഗെയിൻസ്. അതായത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ശരിക്കും ഗ്ലോബൽ എക്കണോമിക് ഫ്രീഡം എന്ന് പറയുന്നത് ഡിക്ലൈൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ദ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് 7.6 times ഗ്രേറ്റർ ആണ് ലാസ്റ്റ് ഫ്രീ കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അഡീഷണലി ഇൻഡിവിജ്വൽസ് ഇൻ ദ ഫ്രീസ്റ്റ് കൺട്രീസ് എൻജോയ് ലോങ്ങർ ലൈഫ് എക്സ്പെക്ടേഷൻസ്. അപ്പോൾ ഈ ഫ്രീസ്റ്റ് കൺട്രീസിലുള്ള ആളുകൾ, അതായത് ഈ GDPയുടെ ടേമിലാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്ക് ലൈഫ് എക്സ്പെക്ടേഷൻസ് ലോങ്ങർ ആണ്, ബെറ്റർ സാറ്റിസ്ഫാക്ഷൻ അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ പോവർട്ടി റേറ്റ് കുറവാണ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി കുറവാണ്. നെക്സ്റ്റ് ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് MPI 2024. അപ്പോൾ ഇത് അക്യൂട്ട് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി അക്രോസ് ഒരു 100 ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഇവരത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം തീം എന്ന് പറയുന്നത് പോവർട്ടി അമിഡ് കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ്. ഈ റിപ്പോർട്ട് ജോയിൻലി പബ്ലിഷ് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്ത് 2010 അപ്പോൾ ഈ MPI എന്ന് പറയുന്നത് 10 ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവർ യൂസ് ചെയ്തത്. അതിൽ ഹെൽത്തും എഡ്യൂക്കേഷനും ലൈഫ് സ്റ്റാൻഡേർഡ്സും ആണ് വരുന്നത്. ഹെൽത്തിനകത്ത് അവർ ചൈൽഡ് മോർട്ടാലിറ്റിയും ന്യൂട്രീഷനും നോക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ്റെ ഒരു ഇതിനകത്താണെങ്കിൽ ഇയേഴ്സ് ഓഫ് സ്കൂളിങ്ങും അറ്റൻഡൻസും നോക്കും. ലിവിങ് സ്റ്റാൻഡേർഡ്സിൽ വാട്ടർ, സാനിറ്റേഷൻ, ഇലക്ട്രിസിറ്റി, കുക്കിംഗ് ഫ്യൂവൽ, ഹൗസിംഗ്, അസറ്റ്സ് ഇത്രയാണ് നോക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് പ്രകാരം അപ്രോക്സിമേറ്റ്ലി 1.1 ബില്യൺ പീപ്പിൾ അക്യൂട്ട് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയിലാണ് കഴിയുന്നത്. 455 മില്യൺ കോൺഫ്ലിക്റ്റ് എഫക്റ്റഡ് ആയിട്ടുള്ള റീജിയൻസിൽ ആണ് ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ ഓവർ ഹാഫ് ഓഫ് ദൂസ് ഇൻ പോവർട്ടി ആർ ചിൽഡ്രൻ. അതായത് ഈ പറയുന്ന 1.1 ബില്യൺ പീപ്പിൾസിൽ കൂടുതൽ ആളുകളും ചിൽഡ്രൻസ് ആണ്, അണ്ടർ ദ ഏജ് ഓഫ് 18, 18 വയസ്സിന് താഴെയുള്ളവരാണ്. ഏകദേശം 584 മില്യൺ ആൾക്കാർ പോവർട്ടിയിൽ വരുന്നത് ചിൽഡ്രൻസ് ആണ്. അപ്പോൾ കുറേ പുവർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് എസെൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സസ് പോലും അവൈലബിൾ അല്ല എന്ന് റിപ്പോർട്ട് വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് സാനിറ്റേഷൻ കിട്ടാത്തവരുണ്ട്, ഹൗസിംഗ് ഇല്ലാത്തവർ, കുക്കിംഗ് ഫ്യൂവൽ കിട്ടാത്തവരൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് പറയുന്നത് മിക്ക കൺട്രീസിലും ഇത്തരത്തിലുള്ള MPI ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ വളരെ കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ഒരുപാട് പേര് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. 83.7% പ്യുവർ പീപ്പിൾസും റൂറൽ ഏരിയാസിലാണ് ജീവിക്കുന്നത്. 83.2% ഓഫ് വേൾഡിലെ 1.1 ബില്യൺ മൾട്ടി ഡയമെൻഷണലി പുവർ പീപ്പിൾസും സബ് സഹാറൻ ആഫ്രിക്കയിലും സൗത്ത് ഏഷ്യൻ റീജിയൻസിലും ആക്കിയിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ 5 കൺട്രീസാണ് ലാർജസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ പോവർട്ടി എന്ന് വരുന്നത്. അതിനകത്ത് ഇന്ത്യ 234 മില്യൺ ആളുകളാണ് പോവർട്ടിയിലുള്ളത്. പാകിസ്ഥാനിൽ 93 മില്യൺ, എത്യോപ്യയിൽ 86 മില്യൺ, നൈജീരിയയിൽ 74 മില്യൺ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ 66 മില്യൺ. നെക്സ്റ്റ്, മൊഹാൻജി റിസീവ്സ് പ്രസ്റ്റീജിയസ് 2024 ഹ്യൂമനിറ്റേറിയൻ അവാർഡ്. മൊഹാൻജി എന്ന് പറയുന്നത് ഒരു റിനോഡ് ഹ്യൂമനിറ്റേറിയൻ ആണ്, സ്പിരിച്വൽ ലീഡറാണ്. അദ്ദേഹത്തിനാണ് ഈ ഒരു സ്പെഷ്യൽ റെക്കഗ്നീഷൻ കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്ലോബൽ ഹ്യൂമനിറ്റേറിയൻ ലീഡർഷിപ്പിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ആണ് ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ ഇത് കൊടുക്കുന്നത്, ഇത് 9th കോൺഷ്യസ് കമ്പനീസ് അവാർഡിൽ ജോഹന്നാസ്ബർഗ് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് ഇത് നൽകുന്നത്. നെക്സ്റ്റ്, വിരാട് കോഹ്ലി ബിക്കംസ് 4th ഇന്ത്യൻ ബാറ്റർ ടു റീച്ച് 9,000 ടെസ്റ്റ് റൺസ്. വിരാട് കോഹ്ലി എന്ന് പറയുന്നത് 9,000 ടെസ്റ്റ് റൺസ് നേടുന്ന ഇന്ത്യയിലെ 4th ഇന്ത്യൻ ബാറ്ററായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, പ്രീവിയസ് ഈ ലിസ്റ്റിലുള്ള 3 പേര് സച്ചിൻ തെണ്ടുൽക്കറും രാഹുൽ ദ്രാവിഡും സുനിൽ ഗവാസ്കറും ആണ്. നെക്സ്റ്റ്, ഭാലാദേവി ബിക്കംസ് ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു സ്കോർ 50 ഇന്റർനാഷണൽ ഗോൾസ്. അപ്പോൾ ഭാലാദേവി മണിപ്പൂരിൽ നിന്നുള്ള ലേഡിയാണ്. അവരെ ഗോൾ മെഷീൻ എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയുടെ വുമൺ ഫുട്ബോൾ ടീമിലുള്ള ആളാണ്. 15th ഇന്റർനാഷണൽ ഗോൾ അവർ നേടിയിരിക്കുകയാണ്. 2024 സാഫ് വുമൺസ് ചാമ്പ്യൻഷിപ്പ് നേപ്പാളിൽ വെച്ച് നടന്ന
അത് പാകിസ്ഥാനെതിരെയുള്ള മാച്ചിലാണ് അവർക്ക് ഈ ഒരു നേട്ടം കൈവരിച്ചത്. നെക്സ്റ്റ് 22 ഒക്ടോബർ ഇൻ്റർനാഷണൽ സ്റ്റട്ടറിങ് അവയർനെസ് ഡേ ആണ്. അപ്പോൾ ഈ സ്റ്റാമറിങ് അല്ലെങ്കിൽ സ്റ്റട്ടറിങ് എന്നറിയപ്പെടുന്നതിന് എതിരെ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡേ കമമറേറ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് ഈ സ്റ്റാമർ എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ള ആളുകളുടെ മനസ്സിലാക്കാനും അവർ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. 1998 മുതൽ തന്നെ നമ്മളിത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം തീം എന്ന് പറയുന്നത് ദ പവർ ഓഫ് ലിസണിങ് എന്നുള്ളതാണ്. നെക്സ്റ്റ് എ ബുക്ക് ടൈറ്റിൽഡ് മൗണ്ടെയിൻ മാമൽസ് ഓഫ് ദി വേൾഡ് ബൈ MK രജിത് സിംഗ്, ഒരു പുതിയ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പെൻഗ്വിൻ റാൻഡം ഹൗസ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ MK രജിത് സിംഗ് എന്ന് പറയുന്നത് ഒരു IAS ഓഫീസർ ആയിരുന്നു. അദ്ദേഹം ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആൻഡ് ഹി ഹാസ് ഓൾസോ വർക്ക്ഡ് ഓൺ ഇന്ത്യാസ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972. ഇന്ത്യയുടെ നമുക്കറിയാം, ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 കൊണ്ടുവരുന്നതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരാളും കൂടെയായിരുന്നു MK രാജ്നാഥ് സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. WWF ടൈഗർ കൺസർവേഷൻ പ്രോഗ്രാമിൻ്റെ റീജിയണൽ കോർഡിനേറ്റർ കൂടെ ആയിരുന്നു. നെക്സ്റ്റ് ദ ഗോൾഡൻ റോഡ് ഹൗ ആൻഷ്യന്റ് ഇന്ത്യ ട്രാൻസ്ഫോംഡ് ദ വേൾഡ് ബൈ വില്യം ഡാൽറിംബിൾ. ഇത് പബ്ലിഷർ ബ്ലൂംസ്ബറി എന്ന് പറയുന്ന ഒരു പബ്ലിഷറാണ്. ഹിന്ദു ഗോഡ് ഗണേശയുടെ ലെജൻഡ്, ഹി ക്ലെയിം ദാറ്റ് ദ ലെജൻഡ് ഓഫ് the Hindu god Ganesha, whose elephant head has affixed to a human body, proved that cosmetic surgery existed in ancient India. അപ്പോൾ നമ്മുടെ ഹിന്ദു ഗോഡ് ഗണേശയുടെ ഹെഡ് എന്ന് പറയുന്നത് എലഫൻറ്റിൻ്റെ ഹെഡാണ് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് പറയുന്നത് ഈ ഹ്യൂമൻ ബോഡിയിലേക്ക് ഈ ഒരു എലഫൻറ്റ് ഹെഡ് എഫക്സ് ചെയ്തത് പണ്ടത്തെ ആൻഷ്യന്റ് ഇന്ത്യയിൽ കോസ്മെറ്റിക് സർജറി എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ became the fulcrum of international trade and commerce, not because of military conquest but the sheer sophistication and attractiveness of its ideas. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡിൻ്റെയും കൊമേഴ്സിൻ്റെ ഒരു ഫാൽക്രമായിട്ട് മാറിക്കഴിഞ്ഞു. ഇത് മിലിറ്ററി കോൺക്വസ്റ്റ് ഒന്നും കൊണ്ടുമല്ല, പക്ഷേ ഇവിടുത്തെ ഐഡിയാസിൻ്റെ സൊഫിസ്റ്റിക്കേഷൻ അട്രാക്റ്റീവ്നെസ്സും കൊണ്ടാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് വിക്രം ദേവ് ദത്ത് അസ്യൂംസ് ചാർജ് ആസ് സെക്രട്ടറി ഓഫ് ദ മിനിസ്ട്രി ഓഫ് കോൾ. അപ്പോൾ ശ്രീ ദത്ത് എന്ന് പറയുന്നത് പ്രീവിയസ്ലി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആയിരുന്നു, DGCA. അദ്ദേഹം ശ്രീ VL കാന്തറാവുവിനെ സക്സീഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഇദ്ദേഹം കറന്റ് സെക്രട്ടറി ഓഫ് ദി മിനിസ്ട്രി ഓഫ് മൈൻസ് ആണ്. മിനിസ്ട്രി ഓഫ് കോളിൻ്റെ അഡീഷണൽ ചാർജും കൂടി ഇദ്ദേഹം ഏറ്റെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കാളിദാസ് സമ്മാൻ അവാർഡ് ഫോർ മൈസൂരു ആർട്ടിസ്റ്റ് രഘുപതി ഭട്ട്. അപ്പോൾ കാളിദാസ് സമ്മാൻ അവാർഡ് എന്ന് പറയുന്നത് 2023 അവാർഡാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തത് ബൈ മധ്യപ്രദേശ് ഗവൺമെൻറ്. അത് കൊടുത്തത് പെയിൻറ്റിങ്ങിൻ്റെ ഫീൽഡിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വേണ്ടി രഘുപതി ഭട്ടിനാണ്. ഈ അവാർഡിനകത്ത് 5 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് വരുന്നുണ്ട്, ഒരു സൈറ്റേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ ഇത് ഉജ്ജയിനിൽ വെച്ച് നവംബർ 12 നടക്കുന്ന ഒരു ഫംഗ്ഷനിലാണ് രഘുപതി ഭട്ടിന് ഇത് കൊടുക്കുന്നത്. രഘുപതി ഭട്ട് എന്ന് പറയുന്നത് ഗാഞ്ചിഫ മിനിയേച്ചർ പെയിൻറ്റിങ്ങിൻ്റെ റിവൈവ് ചെയ്ത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പെയിൻറ്ററാണ്. ഹി ഹേർഡ് ദ പ്രിഫിക്സ് ഗാഞ്ചിഫ വിച്ച് ഇസ് നൗ അപ്പൻഡഡ് ബിഫോർ ഹിസ് നെയിം. അദ്ദേഹത്തിന് പ്രിഫിക്സ് ആയിട്ട് ഗാഞ്ചിഫ എന്ന് പറയുന്ന ഒരു നെയിം തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ നെയിമിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്താണ് നമ്മളിപ്പോൾ വിളിക്കുന്നത്. നെക്സ്റ്റ് ഒഡീഷ പ്രിപ്പയേഴ്സ് ഫോർ സിവിയർ സൈക്ലോണിക് സ്റ്റോം ധാന ലാൻഡ്ഫോൾ എക്സ്പെക്റ്റഡ്. സൈക്ലോൺ സ്റ്റോം ഡാന എന്ന് പറയുന്നത് 24 ഒക്ടോബറിന് ലാൻഡ്ഫോൾ ചെയ്യുമെന്നാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. വിൻഡ് സ്പീഡ് 100 to 120 km/h ആണ്. ഒഡീഷയിലും വെസ്റ്റ് ബംഗാൾ കോസ്റ്റിലും ബിറ്റ്വീൻ പൂരിയുടെയും സാഗർ ഐലൻഡിൻ്റെ ഇടയിലാണ് ഇത് ലാൻഡ്ഫോൾ ചെയ്തത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് വെച്ചാൽ ലോ പ്രഷർ ഏരിയ ഫോംഡ് ഓവർ ഈസ്റ്റ് സെൻട്രൽ ബേ ഓഫ് ബംഗാൾ ആൻഡ് അഡ്ജോയിനിങ് നോർത്ത് ആൻഡമാൻ സീ. ബേ ഓഫ് ബംഗാളിൻ്റെ ഈസ്റ്റ് സെൻട്രൽ പോർഷനിൽ അതുപോലെ നോർത്ത് ആൻഡമാൻ സീയുടെ അഡ്ജോയിനിങ് ഏരിയാസിലൊക്കെ ലോ പ്രഷർ ഏരിയ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഈ ധാന എന്ന് പറയുന്ന നെയിം കോൺട്രിബ്യൂട്ട് ചെയ്തത് ഖത്തറാണ്. അപ്പോൾ ഇതൊരു ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ്. വാം ഓഷ്യൻ വാട്ടേഴ്സിൻ്റെ മുകളിൽ മാത്രമാണ് ഇത് ഫോം ചെയ്യുന്നത് നിയർ ദ ഇക്വേറ്റർ. ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ വാം മോയിസ്റ്റ് എയർ റൈസ് ചെയ്യും, അത് ഓഷ്യൻ സർഫസിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് പോയിട്ട് അതൊരു ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഈ എയർ സറൗണ്ടിങ് ഏരിയാസിൽ നിന്നുള്ള ഹൈ പ്രഷറിലേക്ക് മൂവ് ചെയ്തിട്ട് ലോ പ്രഷർ ഇറ്റ് കോസസ് ദ എയർ ഫ്രം സറൗണ്ടിങ് ഏരിയ വിത്ത് ഹൈ പ്രഷർ ടു മൂവ് ടുവേഴ്സ് ലോ പ്രഷർ ഏരിയ. അപ്പോൾ സറൗണ്ടിങ് ഏരിയാസിലുള്ള ഹൈ പ്രഷർ ലോ പ്രഷർ ഏരിയയിലേക്ക് എയർ മൂവ് ചെയ്യുന്നതിന് കാരണമാകും. നെക്സ്റ്റ് WMO എസ്കേപ്പ് പെയിൻ. അപ്പോൾ ഇതൊരു ഇന്റർ ഗവൺമെന്റൽ റീജിയണൽ ബോഡിയാണ്. ജോയിൻലി എസ്റ്റാബ്ലിഷ് ചെയ്തത് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ പസഫിക്കുമാണ്. ഈ
യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ പസഫിക് ആണ് എസ്കേപ്പ് എന്നറിയപ്പെടുന്നത്. WMO എന്ന് പറയുന്നത് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ആണ്. 1972 ഇത് ജോയിൻലി ഇത് ഒരു ഇന്റർ ഗവൺമെന്റൽ റീജിയണൽ ബോഡി ആയിട്ട് വന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ സൈക്ലോൺ വാർണിംഗ് സിസ്റ്റംസ് ഒരു മെഷർമെന്റ് പ്രൊമോട്ട് ചെയ്യുക, പ്രധാനമായിട്ട് ബേ ഓഫ് ബംഗാളിലും അറേബ്യൻ സീ റീജിയൻസിലും. ഇതിനകത്ത് 13 കൺട്രീസ് ആണ് ഈ റീജിയനിൽ ഉൾപ്പെടുന്ന 13 കൺട്രീസ് ഇതിനകത്ത് വരുന്നുണ്ട്. ബംഗ്ലാദേശ്, ഇന്ത്യ, ഇറാൻ, മാലദ്വീപ്സ്, മ്യാൻമർ, ഒമാൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, ശ്രീലങ്ക, തായ്ലൻഡ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് യമൻ. Next, Mission Basundhara 3.0 aims to provide land rights to indigenous people in Assam. Assam Chief Minister Himanta Biswa Sarmയാണ് ഈ ഒരു മിഷൻ ലോഞ്ച് ചെയ്തത്. ബസുന്ധര 3.0 ഗുവാഹട്ടിയിൽ വെച്ചിട്ട് ലോഞ്ച് ചെയ്തു. ഇത് ഇൻഡിജിനിയസ് ആയിട്ടുള്ള പീപ്പിൾസിന് ലാൻഡ് റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ്, അല്ലെങ്കിൽ ഒരു മിഷനാണ്. അപ്പോൾ ഈ ഒരു മിഷൻ്റെ കീഴിൽ വേരിയസ് ലാൻഡ് റിലേറ്റഡ് സർവീസസ് ഡിജിറ്റൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവർ ലക്ഷ്യമിടുന്നുണ്ട്. അതുപോലെ സ്റ്റേറ്റിലെ പീപ്പിൾസിന് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ മാപ്പ് പബ്ലിഷ് ചെയ്യാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ മിഷൻ ബസുന്ധര എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത് 2021. അപ്പോൾ ഇതിന് ഈ മിഷൻ 3 generation ancestry to be titled to land rights under this mission 3 generation ancestry is required. 3 generation ancestry ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മിഷൻ്റെ കീഴിൽ ലാൻഡ് റൈറ്റ്സ് കിട്ടുകയുള്ളൂ. അപ്പോൾ SC ST അതുപോലെ T ട്രൈബ്സ്, ഗോർഖാസ് ഇവർക്കൊക്കെയാണ് ഈ ഒരു മിഷൻ്റെ കീഴിലേക്ക് വരുന്നത്. ശർമ്മ ഓൾസോ ലോഞ്ച്ഡ് ദ പ്രൊജക്ട് ക്ലോസ്ഡ് യൂസർ ഗ്രൂപ്പ് CUG ആൻഡ് ASDMA അസാം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ASDMAയുടെ CUG എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റും കൂടെ ലോഞ്ച് ചെയ്തു. അത് പ്രൊജക്ട് ക്ലോസ്ഡ് യൂസർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്ട് പ്രകാരം ഗവൺമെന്റ് ഒഫീഷ്യൽസ്, റവന്യൂവിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലും വരുന്ന ഗവൺമെന്റ് ഒഫീഷ്യൽസ് സ്പെഷ്യലി അലോക്കേറ്റഡ് ആയിട്ടുള്ള സിം കാർഡ്സ് അവർക്ക് കൊടുക്കും. അത് ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഹരിയാന ഗവൺമെന്റ് ടു ഇംപ്ലിമെന്റ് കാറ്റഗറൈസേഷൻ ഇൻ SC റിസർവേഷൻ. അപ്പം BJP ഗവൺമെന്റ് ഹരിയാനയിൽ ഒരു സുപ്രീം കോർട്ടിന്റെ ഓഗസ്റ്റിലെ ഓർഡർ സ്റ്റേറ്റിനെ സബ് കാറ്റഗറൈസേഷൻ കൊടുക്കാം ഷെഡ്യൂൾ കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ള സുപ്രീം കോടതി ഓർഡറിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ several Dalit group have been seeking a quota within overall 20% quota for SCs in government jobs in Haryana. അപ്പോൾ ഹരിയാനയിൽ ഗവൺമെന്റ് ജോബ്സിൽ 20% ഓവറോൾ ഒരു 20% കോട്ടയാണ് ദളിത് ഗ്രൂപ്പിൽ പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഓൺ August 1 this year 6:1 landmark verdict Supreme Court had allowed the subcategorization of SCs in reservation. റിസർവേഷൻ്റെ കേസിൽ SCസിൽ സബ് കാറ്റഗറൈസേഷൻ അലോ ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഒരു വേർഡിക്റ്റ് August 1 ഈ വർഷം വന്നിരുന്നു. നെക്സ്റ്റ്, സെറ്റ്മോർ പ്രൊജക്ട് ഇൻ കാശ്മീർ. ഇപ്പോൾ 7 people were killed in Jammu Kashmir when suspected militants targeted the workers of infrastructure company APCO Infratech, which is constructing the Setmorg tunnel on the Srinagar-Sonamarg highway. ഇപ്പോൾ സെറ്റ്മോർഗ് ടണൽ എന്ന് പറയുന്നത് ശ്രീനഗർ സോനാമാർഗ് ഹൈവേയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തുന്നത് ആപ്കോ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ സസ്പെക്ട് ആയിട്ടുള്ള ചില മിലിറ്റൻസ് ടാർഗറ്റ് ചെയ്യുകയും അവിടുത്തെ കുറച്ച് 7ഓളം ആളുകളെ കൊല്ലുകയും ചെയ്തിരുന്നു. ജമ്മു കാശ്മീരിലാണ് നടന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് മിലിറ്റന്റ് അറ്റാക്ക് ഓൺ എ കീ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു കാശ്മീരിൽ ഒരു കീ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിൽ ആദ്യമായിട്ടാണ് ഒരു മിലിറ്റന്റ് അറ്റാക്ക് വരുന്നത്. അപ്പോൾ പാസ്റ്റിൽ ഈ മിലിറ്റൻസ് ഹാവ് നോട്ട് ടാർഗറ്റഡ് സച്ച് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് ഇൻ ദ റീജിയൻ. ഈ റീജിയൻസിൽ ഇതിന് മുൻപൊന്നും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടൊരു അറ്റാക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ സെറ്റ്മോഹ ടണൽ എന്ന് പറയുന്നത് 6.4 kilometer ടണലാണ്. അത് കാങ്കൺ ടൗൺ, സെൻട്രൽ കാശ്മീരിലെ ഗാണ്ടർബൽ ഡിസ്ട്രിക്റ്റിലെ ഒരു കാങ്കൺ ടൗൺ എന്ന് പറയുന്ന സോൺമാർഗിലെ ഹെൽത്ത് റിസോർട്ട് ഒക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. അതിനെ കണക്ട് ചെയ്യുന്ന ഒരു 6.4 kilometer ടണലാണിത്. ഈ ടണൽ എന്ന് പറയുന്നത് സോനാമാർഗിലേക്ക്, അതൊരു ശരിക്കും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ശ്രീനഗറിലെ ഹൈവേയിൽ സോനാമാർഗ് എന്ന് പറയുന്നത്. അവിടത്തേക്ക് എല്ലാ വെതറിലും കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടണൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ടണൽ എന്ന് പറയുന്നത് അതിൻ്റെ നെയിം കിട്ടിയത് ശരിക്കും അതിനൊരു സെറ്റ് ഷേപ്ഡ് ആയതുകൊണ്ടാണ്. ഒരു സെറ്റ് ഷേപ്ഡ് റോഡ് സ്ട്രെച്ച് ആണ് ആ ടണലിൽ വരുന്നത്. ഈ ടണൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു പ്ലേസിൽ വരുന്നത്. ഈ ടണലിൻ്റെ നീഡ് എന്താണെന്ന് വെച്ചാൽ ഈ സോനാമാർഗിലേക്കുള്ള ഈ റോഡ് എന്ന് പറയുന്നത് ഏകദേശം 8500 feet ആൾട്ടിറ്റ്യൂഡിലാണ് കിടക്കുന്നത്. അപ്പം നല്ല സ്നോ വരുന്ന സമയത്ത് സ്നോ അവലാഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് വിൻ്റർ സീസണിൽ.
അപ്പോൾ ആ സമയത്ത് ഇത് ക്ലോസ് ചെയ്യേണ്ടി വരും വിൻ്റർ സീസണിൽ. അപ്പോൾ എല്ലാ വെതർ കണ്ടീഷനിലും കണക്ടിവിറ്റി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ടണൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ടണൽ പ്രൊജക്ട് എന്ന് പറയുന്നത് ഒറിജിനലി ബോർഡർ റോഡ് ഓർഗനൈസേഷൻ 2012 അത് കൺസീവ് ചെയ്യുന്നത്. ഈ പ്രൊജക്ട് പിന്നീട് നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഏറ്റെടുക്കുകയുണ്ടായി. ഇപ്പോൾ സെറ്റ്മോർഗ് ടണൽ എന്ന് പറയുന്നത് ഇതൊരു സൊജില ടണൽ പ്രൊജക്ടിന്റെ ഭാഗമാണ്. ഓൾ വെതർ കണക്ടിവിറ്റി ശ്രീനഗർ ടു ലഡാക്കിലേക്ക് ത്രൂ ഔട്ട് ദ ഇയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഈ 14.15 കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള സോജില ടണൽ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഏകദേശം 12,000 ഫീറ്റ് ഓൾട്ടിറ്റ്യൂഡിലാണ് വരുന്നത്. ഇത് കാശ്മീർ വല്ലിയിലെ സോനാമാർഗിനെയും ലഡാക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യിക്കുന്നുണ്ട്. ഇത് ഏകദേശം ഡിസംബർ 2026 ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ പണി മുഴുവനായിട്ട് കംപ്ലീറ്റ് ആകും എന്നാണ് വിചാരിക്കുന്നത്. ഈ സെറ്റ്മോർഗ് ടണൽ ഓപ്പൺ ആവുന്നതോടുകൂടി ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ഓൾ വെതർ കണക്ടിവിറ്റി ലഭിക്കും. നെക്സ്റ്റ്, ഗവൺമെൻറ് ടു എക്സ്റ്റെൻഡ് ഉഡാൻ സ്കീം ഫോർ 10 more years. ഉഡാൻ എന്ന് പറയുന്നത് ഉഡേ ദേശ് കാ ആം നാഗരിക് എന്നുള്ളതാണ്. അപ്പോൾ ആസ് മെനി ആസ് 601 റൂട്ട് ആൻഡ് 71 എയർപോർട്ട് ഹാവ് ബീൻ ഓപ്പറേഷണലൈസ്ഡ് അണ്ടർ ദ റീജിയണൽ എയർ കണക്ടിവിറ്റി സ്കീം. അപ്പോൾ ഇത് ഒരു റീജിയണൽ എയർ കണക്ടിവിറ്റി സ്കീമാണ് ഉഡാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 601 റൂട്ടുകളും 71 എയർപോർട്ടുകളും ഓപ്പറേഷണലാണ് ഈ സ്കീമിൻ്റെ അണ്ടറിൽ. അപ്പോൾ ഉഡാൻ എന്ന് പറയുന്നത് റീജിയണൽ എയർ കണക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു സ്കീമാണ്. അതുപോലെ ഫ്ലൈയിങ് കുറച്ചും കൂടെ അഫോർഡബിൾ ആക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഉഡാനിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് October 21, 2016 10 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഓവറോൾ ദ നമ്പർ ഓഫ് ഓപ്പറേഷണൽ എയർപോർട്ട് ഇൻ ദ കൺട്രി എന്ന് പറയുന്നത് 74 ആയിരുന്നു 2014. 2024 ആയപ്പോഴത്തേക്കും 157 ഏകദേശം അത് ഡബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഈ കൗണ്ട് 2047 ആകുമ്പോഴത്തേക്കും 350-400 ഇൻക്രീസ് ചെയ്യിക്കാനാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ സിവിൽ ഏവിയേഷൻ്റെ ഇപ്പോഴത്തെ മിനിസ്റ്റർ കെ രാമോഹൻ നായിഡു ആണ്. Next, Union Minister of Labour, Employment and Youth Affairs and Sports launched the Eastern One-Stop Solution. അപ്പോൾ യൂണിയൻ ലേബർ മിനിസ്റ്റർ മാൻസുഖ് മണ്ഡാവിയാണ് ഈ ഈസ്റ്റം വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന് പറയുന്ന അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈസ്റ്റം എന്ന് പറയുന്നത് വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസിലേക്ക് സീംലെസ് ആയിട്ടുള്ള ഒരു ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ്. ഇത് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് ഈസ്രാമിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമാണ്. അപ്പോൾ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ പ്രോസസ്സ്, അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യിക്കുക, ഗവൺമെൻറ് വെൽഫെയർ സ്കീമിലേക്കുള്ള ആക്സസ് ഫെസിലിറ്റേറ്റ് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു. ഈസ്റ്റേൺ പോർട്ടൽ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് 26 ഓഗസ്റ്റ് 2021 ലോഞ്ച് ചെയ്തത്. മോർ ദാൻ 30 crore വർക്കേഴ്സ് ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ഒരു 3 വർഷത്തെ കാലയളവിനുള്ളിൽ തന്നെ. നെക്സ്റ്റ്, 15th edition of ITU Kaleidoscope Academic Conference to begin in New Delhi. 15th edition of ITU എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ആണ്. കാലിഡോസ്കോപ്പ് അക്കാദമിക് കോൺഫറൻസ് ന്യൂഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്തു. 3 day ആയിട്ട് നടക്കുന്ന ഒരു ഇവന്റ് ആണ്. 21 മുതൽ 23 ഒക്ടോബർ വരെയാണ് അത് നടന്നത്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ഇന്നോവേഷൻ ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഫോർ എ സസ്റ്റൈനബിൾ വേൾഡ് എന്നുള്ളതാണ്. ഈ ഇവന്റ് ഓൺഗോയിങ് ITUWTSAയുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. അതായത് വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇവൻറ്റും സംഘടിപ്പിച്ചത്. അപ്പോൾ മെയിനായിട്ട് അക്കാദമിയ, ഇൻഡസ്ട്രി, അതുപോലെ ഗവൺമെൻറ് ഇത്തരം ഏരിയാസിലുള്ള ബ്രൈറ്റസ്റ്റ് മൈൻഡുകൾ ഒന്നിച്ച് കൊണ്ടുവരിക. കട്ടിംഗ് എഡ്ജ് ഡെവലപ്മെൻറ്റ്സ് 5Gയിൽ ഡിസ്കസ് ചെയ്യുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിനെ കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ നടത്തുക, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ, മറ്റ് ട്രാൻസ്ഫോർമേറ്റീവ് ടെക്നോളജീസിനെ കുറിച്ചൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഇവൻറ്റ് നടന്നത്. നെക്സ്റ്റ്, മാൽദീവിയൻ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സു ഡിസൈഡ്സ് ടു ഇൻട്രൊഡ്യൂസ് ഇന്ത്യാസ് UPI ഇൻ മാൽദീവ്സ്. ഇന്ത്യൻ ടൂറിസ്റ്റിന് ഇനി മുതൽ ഇന്ത്യൻ റുപ്പീസിൽ തന്നെ UPI ഇനാബിൾഡ് ആയിട്ടുള്ള ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് മാലദ്വീപ്സിൽ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്ത്യയുടെ UPI എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ഇൻ്റർനാഷണൽ ലൊക്കേഷൻസിൽ അവൈലബിൾ ആണ്. മെയിനായിട്ട് UAEയിൽ, ശ്രീലങ്ക, ഫ്രാൻസ്, മലേഷ്യ, സിംഗപ്പൂർ, നേപ്പാൾ, UK, മൗറീഷ്യസ് ഈ പറയുന്ന കൺട്രീസിലെല്ലാം ഇന്ത്യയുടെ UPI ഇപ്പോൾ ഓപ്പറേഷനിലാണ്. പ്രസിഡന്റ് മൊയ്സു ഈ ഒരു UPI മാലദ്വീപ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം ട്രേഡ് നെറ്റ് മാലദ്വീപ്സ് കോർപ്പറേഷൻ ലിമിറ്റഡിനെയാണ് ഈ ഒരു കൺസോർട്ടിയത്തിൻ്റെ ലീഡിംഗ് ഏജൻസി ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ റീസെൻ്റ്ലി റുപ്പേ കാർഡ്സ് മാലദ്വീപ്സിൽ ലോഞ്ച് ചെയ്തിരുന്നു. ഇത് ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ പേയ്മെൻറ്റ് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ മാലദ്വീപിയൻ നേഷൻസ് ഇന്ത്യ വിസിറ്റ് ചെയ്യുമ്പോഴും അവർക്കും ഇത് കുറച്ച് ഉപകാരപ്രദമാണ്.
നെക്സ്റ്റ് മൂൺലൈറ്റ് പ്രോഗ്രാം. ഇപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇൻ്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ കോൺഗ്രസ് നടന്നപ്പോഴാണ് മൂൺലൈറ്റ് ലൂണാർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നാവിഗേഷൻ സർവീസ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത്. അപ്പോൾ ESA എന്ന് പറയുന്നത് they offer critical support for 400 moon missions planned by space agencies and private companies in next 20 years. അടുത്ത 20 വർഷത്തിനുള്ളിൽ പല പ്രൈവറ്റ് കമ്പനീസും സ്പേസ് ഏജൻസിയും പ്ലാൻ ചെയ്തിരിക്കുന്ന 400ഓളം മൂൺ മിഷൻസിന് വേണ്ടിയിട്ടുള്ള ക്രിട്ടിക്കൽ സപ്പോർട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് 5 ലൂണാർ സാറ്റലൈറ്റ്സ്, അക്യുറേറ്റ് ആയിട്ടുള്ള ഓട്ടോണമസ് ലാൻഡിങ്ങും ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷനും സർഫസ് മൊബിലിറ്റിയൊക്കെ ഉള്ളത് കൺസ്റ്റലേഷന് വേണ്ടിയിട്ടുള്ള ഒരു എയിമും ഈ ഒരു പ്രോഗ്രാമിലൂടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് റിപ്പോർട്ടഡ്ലി ഇതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ 4 lakh kilometers ആണ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ലൂണാർ പാത്ത് ഫൈൻഡർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ റിലേ സാറ്റലൈറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, ലോഞ്ച് ചെയ്തു. അത് സുറൈ സാറ്റലൈറ്റ് ടെക്നോളജി ലിമിറ്റഡ് ആണ്. 2026 ആകുമ്പോഴത്തേക്ക് അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനീഷ്യൽ സർവീസസ്, ഈ പ്രോഗ്രാമിൻ്റെ സർവീസസ് എന്ന് പറയുന്നത് 2028 എൻഡ് ആകുമ്പോഴത്തേക്കും ബിഗിൻ ചെയ്യും. ഈ സിസ്റ്റം എന്ന് പറയുന്നത് 2030 ആകുമ്പോഴത്തേക്കും ഫുള്ളി ഓപ്പറേഷനിലാകും. അപ്പോൾ പ്രൈം ഫോക്കസ് ഈ മൂൺലൈറ്റ് പ്രോഗ്രാമിൻ്റെ മൂണിൻ്റെ സൗത്ത് പോളിലേക്കുള്ള കവറേജിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുക. ശരിക്കും ഈ ഒരു സൗത്ത് പോൾ എന്ന് പറയുന്നത് കുറേ മിഷൻസിൻ്റെ ഒരു കീ ഏരിയ ആണ്. മെയിനായിട്ട് ലൈറ്റിംഗ് കണ്ടീഷൻസ്, അവിടെ വാട്ടർ ഐസിൻ്റെ ഫോമിൽ പ്രസൻ്റ് ആണ്. അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഫോക്കസ് ചെയ്ത് റിസർച്ച് നടത്താനുണ്ട്. അതുകൊണ്ടാണ് ഈ സൗത്ത് പോളിലേക്കുള്ള ഫോക്കസ് കൂടുന്നത്. അപ്പം മൂൺലൈറ്റ് ലൂണാർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നാവിഗേഷൻ സർവീസസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ESAയുടെ ഒരു പാർട്ട്ണർഷിപ്പ് പ്രൊജക്റ്റാണ്. ഇത് ബാക്കി UK-യുടെയും ഇറ്റാലിയൻ സ്പേസ് ഏജൻസിയുടെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നടത്തുന്നത്. ESA എന്ന് പറയുന്നത് നാസയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ജപ്പാനീസ് സ്പേസ് ഏജൻസിയായിട്ടുള്ള ജാക്സയായിട്ട് വർക്ക് ചെയ്തിട്ട് ലൂണാനെറ്റ് എന്ന് പറയുന്ന ഒരു കൊണ്ടുവരുന്നുണ്ട്. ഇത് ശരിക്കും മൂണിലേക്കുള്ള നാവിഗേഷനും കമ്മ്യൂണിക്കേഷനും സ്റ്റാൻഡർഡൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. മൂൺലൈറ്റ് എന്ന് പറയുന്നത് വിൽ കംപ്ലൈ വിത്ത് ലൂണാനെറ്റ്സ് സ്റ്റാൻഡേർഡ്സ്. ESA എന്ന് പറയുന്നത് വീണ്ടും ഒരുപാട് ടെക്നോളജീസ് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മാസ് കമ്മ്യൂണിക്കേഷൻ നാവിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ മാർക്കോണി എന്ന് പറയുന്ന ഒന്ന്, ഇത് ഫ്യൂച്ചർ മാർസ് മിഷൻസിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. യൂറോപ്പ് റിപ്പോർട്ടഡ്ലി ഓൾസോ ഹാസ് പ്ലാൻസ് ടു ലാൻഡ് ഇറ്റ്സ് Argonaut spacecraft on the moon by 2031. 2031 ആകുമ്പോഴത്തേക്കും യൂറോപ്പിൻ്റെ ഒരു സ്പേസ് ക്രാഫ്റ്റിനെ അവിടെ ഇറക്കാനുള്ള പ്ലാനും അവർക്കുണ്ട്. നെക്സ്റ്റ്, ഈജിപ്ത് ഡിക്ലയേഴ്സ് മലേറിയ ഫ്രീ ബൈ WHO. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈജിപ്തിനെ മലേറിയ ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഗ്ലോബലി 44 കൺട്രീസും ഒരു ടെറിട്ടറിയുമാണ് മലേറിയ ഫ്രീ ആയിട്ട് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി മലേറിയ എന്താണെന്നും കൂടെ നോക്കാം. ഇതൊരു അക്യൂട്ട് ഇൽനെസ് ആണ്. പ്ലാസ്മോഡിയം പാരസൈറ്റ്സ് ആണ് ഇത് ഉണ്ടാക്കുന്നത്, ഈ ഡിസീസ് കോസ് ചെയ്യുന്നത്. ഇത് ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസിൻ്റെ ബൈറ്റ് വഴിയാണ് ഇത് ആളുകളിലേക്ക് സ്പ്രെഡ് ആകുന്നത്. ശരിക്കും ഇതൊരു ലൈഫ് ത്രെട്ടനിങ് ഡിസീസ് തന്നെയാണ്. പ്രൈമർലി ട്രോപ്പിക്കൽ കൺട്രീസിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. പ്രിവെൻറ്റബിൾ ആണ്, ക്യൂറബിളും ആണ്. 5 സ്പീഷീസ് ഓഫ് പാരസൈറ്റ്സ് ആണ് മലേറിയ ഉണ്ടാക്കുന്നത് ഹ്യൂമൻസിൽ. 2 ഓഫ് ദീസ് സ്പീഷീസ് എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരവും പ്ലാസ്മോഡിയം വൈവാക്സും ആണ്. R21 മെട്രിക് സെം മലേറിയ വാക്സിൻ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും കൂടെ ഡെവലപ്പ് ചെയ്തതാണ്. അത് WHO അത് യൂസ് ചെയ്യുന്നതിനുള്ള റെക്കമെൻഡേഷൻസും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, 27th ഓൾ ഇന്ത്യ ഫോറസ്റ്റ് സ്പോർട്സ് മീറ്റ് കൺക്ലൂഡ്സ് ഇൻ റൈപൂർ, ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ് ഓവറോൾ ചാമ്പ്യൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. ടോട്ടൽ 174 മെഡൽസ് ആണ് അവർക്ക് കിട്ടിയത്. കേരളയ്ക്ക് സെക്കൻഡ് പ്ലേസ് കിട്ടി, 103 മെഡൽസ്. മധ്യപ്രദേശ് തേർഡ്, 88 മെഡൽസ്. ഇതൊരു 5-day ഇവൻ്റ് ആയിട്ടാണ് നടന്നത്. 3000 അത്ലറ്റ്സ് വേരിയസ് സ്റ്റേറ്റ്സിൽ നിന്നും യൂണിയൻ ടെറിട്ടറീസിൽ നിന്നും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. നെക്സ്റ്റ്, വുമൺസ് 2020 വേൾഡ് കപ്പ്. ന്യൂസിലാൻഡ് വിൻസ് മെഡൽ ടൈറ്റിൽ. ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്കനെയാണ് ഫൈനലിൽ അവർ ബീറ്റ് ചെയ്തത്. ന്യൂസിലാൻഡിന് വുമൺസ് 2020 വേൾഡ് കപ്പ് ടൈറ്റിൽ കിട്ടിയിരിക്കുകയാണ്. നെക്സ്റ്റ്, ദീപിക ബാഗ്സ് ഹെർ 5th സിൽവർ അറ്റ് ആർച്ചറി വേൾഡ് കപ്പ് ഫൈനൽ. ധിരാജ് ഫോൾസ് ഏർലി. ഇന്ത്യയുടെ പ്രീമിയർ റിക്കർവ് ആർച്ചറാണ് ദീപിക കുമാരി എന്ന് പറയുന്നത്. അവരവരുടെ 5th സിൽവർ മെഡൽ വേൾഡ് കപ്പ് ഫൈനലിൽ, ആർച്ചറി വേൾഡ് കപ്പ് ഫൈനലിൽ നേടിയിരിക്കുകയാണ്. വേൾഡ് കപ്പ് ഫൈനൽ റിട്ടേണിംഗ് ടു ദ വേൾഡ് കപ്പ് ഫൈനൽ ആഫ്റ്റർ 3 years ഫോളോയിങ് ദ ബർത്ത് ഓഫ് ഹെർ ഡോട്ടർ ഇൻ December 2022. 4-time ഒളിമ്പ്യൻ ദീപിക വാസ് സീഡഡ് 3rd ഇൻ ദ 8 ആർച്ചർ ഫീൽഡ്. അപ്പോൾ ഒരു 3 വർഷത്തെ ഗ്യാപ്പിന് ശേഷം, അവരുടെ ഡോട്ടറിനെ ബർത്ത് ചെയ്തതിന് ശേഷം, ഡെലിവറിക്ക് ശേഷം 3 വർഷത്തിന് ശേഷമാണ് അവർ വേൾഡ് കപ്പിലേക്ക് തിരിച്ചു വരുന്നത്. 4-time ഒളിമ്പ്യനാണ് ദീപിക എന്ന് പറയുന്നത്. അവരുടെ 8 ആർച്ചർ ഫീൽഡിലുള്ള ഒരു മെഡലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്.
നെക്സ്റ്റ് ഇന്ത്യൻ പെയർ ഓഫ് ഋത്വിക് ചൗധരി ബോളിപ്പിള്ളൈ ആൻഡ് അർജുൻ ഖാഡെ won the Almaty Open Men's double titles. അപ്പോൾ ഇന്ത്യയുടെ സുമിത് നാഗൽ സെക്കൻഡ് ക്വാളിഫയിങ് റൗണ്ടിൽ ക്രാഷ് ഔട്ട് ചെയ്തു അറ്റ് ദ സ്വിസ് ഇൻഡോസ് ബേസൽ. അപ്പോൾ ഋത്വിക് ചൗധരി ബോളിപ്പള്ളി അതുപോലെ അർജുൻ ഖാഡെ എന്ന് പറയുന്നത് ആൽമൈറ്റി ഓപ്പൺ മെൻസ് ഡബിൾ ടൈറ്റിൽസ് വിൻ ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ്, നേഷൻ പേസ് ട്രിബ്യൂട്ട് ടു ഫ്രീഡം ഫൈറ്റർ ആഷ്ഫഖുള്ള ഖാൻ ഓൺ ഹിസ് ബർത്ത് ആനിവേഴ്സറി. ആഷ്ഫഖുള്ള ഖാൻ എന്ന് പറയുന്നത് 1900 ജനിച്ചത് ഉത്തർപ്രദേശിലെ. അദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. ആക്റ്റീവ്ലി ബ്രിട്ടീഷ് ഫോഴ്സസിനെതിരെ അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആഷ്ഫഖുള്ള ഖാൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് രൂപീകരിച്ചൊരു ഓർഗനൈസേഷനാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. 1924 ആംഡ് റെവല്യൂഷൻസ് ഒക്കെ ഇവർ ഈ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് കൺട്രിയുടെ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഹി വാസ് ഹാങ്ഡ് ഓൺ 19th December 1925 അറ്റ് ദ ഫൈസാബാദ് ജയിലിൽ വെച്ച് 1927 19th December അദ്ദേഹത്തിനെ തൂക്കിലേറ്റുകയാണ് ചെയ്തത്. നെക്സ്റ്റ്, സുപ്രീം കോർട്ട് അലൗസ് ജസ്റ്റിസ് ജയന്ത് നാഥ് ടു കണ്ടിന്യൂ ആസ് ഡെർക്ക് ചെയർപേഴ്സൺ ബിയോണ്ട് റിട്ടയർമെന്റ് ഏജ്. ഡെർക്ക് എന്ന് പറയുന്നത് ഡൽഹി ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനാണ്. അതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് ജസ്റ്റിസ് ജയന്ത് നാഥിനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം ഫോമർ ഡൽഹി ഹൈക്കോടതി ജഡ്ജാണ്. നെക്സ്റ്റ്, വിയറ്റ്നാം സെലക്ടഡ് ലോങ് ക്വോങ് എ മിലിറ്ററി ജനറൽ ആസ് ഇറ്റ്സ് ന്യൂ പ്രസിഡന്റ് റീപ്ലേസ് ടു ലാം. അപ്പോൾ വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡന്റിനെ അവരെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ ഹനോവ് ആണ്. കറൻസി വിയറ്റ്നാമീസ് ഡോങ് ആണ്. ഇതിൻ്റെ നോർത്തിൽ ചൈനയുമായിട്ട് ബോർഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈസ്റ്റ് സൗത്തിൽ സൗത്ത് ചൈന സീ ആണ് വരുന്നത്. ഗൾഫ് ഓഫ് തായ്ലൻഡുമായിട്ട് സൗത്ത് വെസ്റ്റിൽ കണക്ഷൻ വരുന്നുണ്ട്. കംബോഡിയയും ലാവോസുമായിട്ട് വെസ്റ്റിൽ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സെക്കൻഡ് എഡിഷൻ ഓഫ് സാഗർ കവച് എക്സസൈസ് 2024 ഹെൽഡ് ബൈ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. അപ്പോൾ 16 മുതൽ 17 October 2024 ഗുജറാത്തിലെ യൂണിയൻ ടെറിട്ടറി ഓഫ് ദാമൻ ആൻഡ് ദിയു കോസ്റ്റിലുമായിട്ടാണ് ഇത് നടന്നത്. ആദ്യത്തെ സാഗർ കവച് എക്സസൈസ് 2024 11, 10, 12 July 2024 ആന്ധ്രാപ്രദേശ് കോസ്റ്റിൽ വെച്ച് നടന്നിരുന്നു. സ്റ്റേറ്റ് പോലീസ്, ഇന്ത്യൻ നേവി, അതുപോലെ മറൈൻ പോലീസ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ഗുജറാത്ത് മാരിടൈം ബോർഡ്, ഇന്റലിജൻസ് ബ്യൂറോ, അതുപോലെ പോർട്ട് അതോറിറ്റീസ് ഒക്കെ ഈ എക്സസൈസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. നെക്സ്റ്റ്, COP16 in Colombia, nearly 200 countries to participate. The 16th meeting of Conference of Parties, Convention on Biological Diversity നടക്കുന്നത് കൊളംബിയയിലാണ്. കാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. 21 October മുതൽ 1 November 2024 വരെയാണ് നടക്കുന്നത്. ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് പീസ് വിത്ത് നേച്ചർ എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുൻമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് അഡോപ്റ്റ് ചെയ്തതിനു ശേഷമുള്ള ആദ്യത്തെ ബയോഡൈവേഴ്സിറ്റി കോപ്പാണിത്. COP15 December 2022 മോൺട്രിയൽ കാനഡയിൽ വെച്ചിട്ടായിരുന്നു ഈ കുൻമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് അഡോപ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ കൺവെൻഷനിലെ പാർട്ടീസ് എന്ന് പറയുന്നത് നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജീസ്, ആക്ഷൻ പ്ലാൻസ് വിത്ത് ദ ഫ്രെയിംവർക്കുമായിട്ട് ബന്ധപ്പെട്ട് അലൈൻ ചെയ്തിട്ടാണ് ഇത് ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ COP15 സമയത്ത് മോൺട്രിയലിൽ വെച്ച് 2022 വെൽത്തി നേഷൻസ് പ്ലഡ്ജ് ചെയ്തിരുന്നു അറ്റ്ലീസ്റ്റ് $20 billion ആനുവലി 2025 ആകുമ്പോഴത്തേക്കും ഡെവലപ്പിംഗ് കൺട്രീസിനെ അസിസ്റ്റ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എത്തും എന്നുള്ളത്. അത് മെയിനായിട്ട് ബയോഡൈവേഴ്സിറ്റി ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2030 ആകുമ്പോഴത്തേക്കും $30 billion ആയിട്ട് ഇത് $30 billion ആയിട്ട് ഇത് ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ GBF അതിനകത്ത് 4 ഗോൾസ് ആണ് വരുന്നത്. അതുപോലെ 23 ടാർഗറ്റ്സും വരുന്നുണ്ട്. അത് 2030 ആകുമ്പോഴത്തേക്കും അച്ചീവ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യ ഈസ് ലൈക്ലി ടു സീ റിയൽ GDP ഗ്രോത്ത് അറ്റ് 7.2% ഫോർ ഫിനാൻഷ്യൽ ഇയർ 2024-25 RBI. RBI ഗവർണർ ശക്തികാന്ത ദാസ് ആണ് ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി കുറിച്ച് ഇങ്ങനെ സംസാരിച്ചത്. ഇത് റിയൽ GDP ഗ്രോത്ത് 7.2% 2024-25 ആകുമ്പോഴത്തേക്ക് എത്തും എന്നാണ് വിചാരിക്കുന്നത്. CPI ഇൻഫ്ലേഷൻ 2024-25 ആകുമ്പോഴത്തേക്കും 4.5% ആകുമെന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഇന്ത്യ ടു ഗ്രോ അറ്റ് 6.8% ഇൻ ഫിനാൻഷ്യൽ ഇയർ 25 ആൻഡ് 6.6% ഇൻ ഫിനാൻഷ്യൽ 26 S&P ഗ്ലോബൽ മാർക്കറ്റ് ഇന്റലിജൻസ്. ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആവറേജ് 6.8% ആണ് 2024-25 ഫിസിക്കൽ ഇയറിലേക്ക് പറയുന്നത്. 6.6% 2025-26 ആകുമ്പോഴത്തേക്കും പറയുന്നുണ്ട്. ഇത് S&P ഗ്ലോബൽ മാർക്കറ്റ് ഇന്റലിജൻസിന്റെ ഇത് പ്രകാരമാണ്.
നെക്സ്റ്റ് ഇസ്രായേൽ ജോയിൻസ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആ 69th മെമ്പർ കൺട്രി. ഇപ്പോൾ ഇതൊരു സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെന്റ് ആണ് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ആയിട്ട് ബന്ധപ്പെട്ട്. ഇസ്രായേൽ എന്ന് പറയുന്നത് ADBയുടെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 69th മെമ്പറായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മാനില ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലെൻഡറാണ് ഇത് അനൗൺസ് ചെയ്തത്. ഇത് ശരിക്കും ഗ്ലോബൽ സ്ട്രാറ്റജിക് ടൈസും എക്കണോമിക് ഔട്ട്റീച്ചിലേക്കും ഇസ്രായേലിൻ്റെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മേജർ സ്റ്റെപ്പാണ്. ഇസ്രായേൽ ഒഫീഷ്യലി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69th മെമ്പറായിട്ടാണ് വരുന്നത്. 20th നോൺ റീജിയണൽ മെമ്പറായിട്ടും കൂടിയാണ് അവർ ജോയിൻ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ഇന്ത്യ പാകിസ്ഥാൻ എക്സ്റ്റെൻഡ് കാർത്താർപൂർ കോറിഡോർ എഗ്രിമെൻറ്റ് ഫോർ 5 years. ഇതൊരു സിഗ്നിഫിക്കൻറ്റ് ഡിപ്ലോമാറ്റിക് ഡെവലപ്മെൻ്റ് ആണ് ഇന്ത്യയുടെയും പാകിസ്ഥാനും ഇടയ്ക്ക്. കാർത്താർപൂർ സാഹിബ് കോറിഡോർ എന്ന് പറയുന്നത് അഡീഷണൽ ഒരു 5 years കൂടിയിട്ട് അത് റിന്യൂ ചെയ്തു. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ S. ജയശങ്കർ ഇസ്ലാമാബാദ് വിസിറ്റ് ചെയ്തിരുന്നു. അവിടെ വെച്ച് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷെഹബാസ് ഷെരീഫിനെയും ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ മുഹമ്മദ് ഇഷാഖ് ദാറിനെ അദ്ദേഹം കണ്ടിരുന്നു. ആ ഒരു മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു എഗ്രിമെൻറ്റ് റിന്യൂ ചെയ്യുന്നതിലേക്ക് എത്തിയത്. നെക്സ്റ്റ് ന്യൂ മിസൈൽ ടെസ്റ്റിംഗ് റേഞ്ച് അപ്രൂവ്ഡ് ഇൻ ആന്ധ്രാപ്രദേശ്. അപ്പോൾ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, അത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിയാണ് ലീഡ് ചെയ്യുന്നത്. അവരാണ് ഒരു പുതിയ മിസൈൽ ടെസ്റ്റിംഗ് റേഞ്ച് നാഗയാലങ്ക ആന്ധ്രാപ്രദേശിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൽ എത്തിയത്. അപ്പോൾ ഈ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡിഫൻസ് ക്യാപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനും പർട്ടിക്കുലർലി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റംസ് ടെസ്റ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ സഹായിക്കും. ഈ ഒരു ന്യൂ ഫെസിലിറ്റി സർഫസ് ടു എയർ മിസൈൽസിനെയും ആൻറ്റി ടാങ്ക് മിസൈൽസിനും മറ്റ് അഡ്വാൻസ്ഡ് പ്രൊജക്ട്സ്, അത് DRDOയുടെ കീഴിൽ, അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ കീഴിൽ വരുന്ന മറ്റ് പ്രൊജക്ട്സിനൊക്കെയാണ് വേണ്ട പുതിയ ഫെസിലിറ്റീസ് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡൽഹി ഗവൺമെൻറ് എസ്റ്റാബ്ലിഷസ് സ്പെഷ്യൽ കോർട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. ഇതൊരു സിഗ്നിഫിക്കൻറ്റ് മൂവാണ് ഇൻക്ലൂസിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഡൽഹി ഗവൺമെൻറ് ചീഫ് മിനിസ്റ്റർ ആദിഷിയാണ് ഇത് ലീഡ് ചെയ്യുന്നത്. അവരാണ് ഒരു സ്പെഷ്യൽ കോർട്ട് ഡിസേബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഫെയർ ആൻഡ് സ്വിഫ്റ്റ് ജസ്റ്റിസ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആദിഷി ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തത് ഹിസ്റ്റോറിക് സ്റ്റെപ്പ് എന്നുള്ള പേരിലാണ്. ഗവൺമെൻറ് ഇക്വിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ജുഡീഷ്യൽ പ്രോസസ്സുകൾ എല്ലാ സിറ്റിസൺസിനും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്റ്റെപ്പ് എടുത്ത് വച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സെലിബ്രേറ്റിംഗ് ഡെഡിക്കേഷൻ ആദർശ് കർമ്മയോഗി അവാർഡ്സ് ബൈ മൈൻസ് മിനിസ്ട്രി. മിഷൻ കർമ്മയോഗി നാഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നത് സിവിൽ സർവീസസിൽ റോൾ ബേസ്ഡ് എന്നുള്ളൊരു അപ്രോച്ചിലേക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ശരിക്കും സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള ഗവർണൻസ് മോഡൽ കൊണ്ടുവരാൻ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യിക്കുന്ന ഒരു പരിപാടിയാണിത്. ഇപ്പോൾ October 19, 2024 പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജി നാഷണൽ ലേണിംഗ് വീക്കായിട്ട് ഇനോഗ്രേറ്റ് ചെയ്തിരുന്നു. ഇതിനെയാണ് കർമ്മയോഗി സപ്താഹ് എന്നും കൂടെ അറിയപ്പെടുന്നത്. ഇത് October 19 to October 25 വരെയാണ് ഈ ഒരു വീക്ക് കർമ്മയോഗി സപ്താഹ് നീണ്ടു നിൽക്കുന്നത്. നെക്സ്റ്റ് കമമറേഷൻ ഓഫ് സർദാർ പട്ടേൽസ് 150th ബർത്ത് ആനിവേഴ്സറി. ഇപ്പോൾ ഗവൺമെൻറ് 150ാമത്തെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ബർത്ത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുവാണ്. അത് 2024 മുതൽ 2026 വരെ 2 വർഷത്തേക്ക് സ്പാൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നാഷണൽ വൈഡ് പ്രോഗ്രാമാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത്ഷാ ആണ് October 23, 2024 ഇത് അനൗൺസ് ചെയ്തത്. പട്ടേലിൻ്റെ മോണുമെൻ്റൽ കോൺട്രിബ്യൂഷൻസ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രോഗ്രാംസ് കൊണ്ടുവരുന്നത്. പർട്ടിക്കുലർലി അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഡെമോക്രാസി, മോസ്റ്റ് റോബസ്റ്റ് ആയിട്ടുള്ള ഡെമോക്രാസി കൊണ്ടുവരിക, അതുപോലെ കാശ്മീർ ടു ലക്ഷദ്വീപ് മൊത്തം നേഷനും യൂണിഫൈ ചെയ്യിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു. നെക്സ്റ്റ് ഊർമിള ചൗധരി ഓണേർഡ് വിത്ത് ഗ്ലോബൽ ആൻറ്റി റേസിസം ചാമ്പ്യൻഷിപ്പ് അവാർഡ് 2024. ഊർമിള ചൗധരി എന്ന് പറയുന്ന ഒരു പ്രോമിനൻറ്റ് സോഷ്യൽ കമ്പെയിനറാണ്, നേപ്പാളിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. അവർക്കാണ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഗ്ലോബൽ ആൻറ്റി റേസിസം ചാമ്പ്യൻഷിപ്പ് അവാർഡ് 2024 ലഭിച്ചത്. ഈ അവാർഡ് US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൺ ആണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു സെറമണി നടക്കാൻ പോകുന്നത് വാഷിംഗ്ടൺ DC വെച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റിൻ്റെ ഒരു പരിപാടിയിലാണ്. നെക്സ്റ്റ് ഇന്ത്യാസ് ലിംഗ്വിസ്റ്റിക് ഹെറിറ്റേജ് സെലിബ്രേറ്റഡ് അറ്റ് പ്രവാസി പരിചയ് 2024 ഇൻ റിയാദ്. 2024 എഡിഷനാണ് എംബസിയുടെ ഫ്ലാഗ്ഷിപ്പ് ഡയസ്പോറ എൻഗേജ്മെൻറ്റ് ഇവൻ്റ് ആയിട്ട് പ്രവാസി പരിചയ് എന്നുള്ള പേരിൽ ഡോക്ടർ സുഹേൽ അജ്ഹാസ് ഖാൻ, അദ്ദേഹം അംബാസിഡർ ഓഫ് ഇന്ത്യ ടു സൗദി അറേബ്യയാണ്, അദ്ദേഹമാണത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഇത് എംബസി ഓഡിറ്റോറിയം റിയാദിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ ഇതൊരു വീക്ക് ലോങ് ആയിട്ടുള്ള കൾച്ചറൽ സെലിബ്രേഷനാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ക്ലാസിക്കൽ ലാംഗ്വേജസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടൈറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ഇവൻ്റാണ് നടക്കുന്നത്. കൺട്രിയുടെ റിച്ച് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റിയാണ് അവിടെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നെക്സ്റ്റ് 2024 ബ്രിക്സ് സബ്മിറ്റ് എക്സ്പാൻഡിങ് കോപ്പറേഷൻ ആൻഡ് ന്യൂ മൈൽ സ്റ്റോൺസ്.
2024 ബ്രിക്സ് സബ്മിറ്റ് കസാൻ റഷ്യയിൽ വെച്ചിട്ട് ഒക്ടോബർ 22 മുതൽ 24 വരെയാണ് നടന്നത്. ഇത് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE അങ്ങനെ 3-4 രാജ്യങ്ങൾ 2023 സബ്മിറ്റിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഇവന്റ് എന്ന് പറയുന്നത് പ്രശ്നത്തെയും സ്ട്രെങ്തനിങ് മൾട്ടിലാറ്ററലിസം ഫോർ ഫെയർ ഗ്ലോബൽ ഡെവലപ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതാണ്. മെയിനായിട്ട് കീ ഡിസ്കഷൻസ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ഗ്ലോബൽ പേയ്മെന്റ് സിസ്റ്റം, അതുപോലെ ഡോളറൈസേഷൻ, എൻഹാൻസ്ഡ് കോർപ്പറേഷൻ എന്നുള്ള മേഖലകളിലാണ് ഇവർ ഫോക്കസ് ചെയ്തത്. ഈ സബ്മിറ്റ് ബ്രിക്സ് കാസൻ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷനും അഡോപ്റ്റ് ചെയ്തിരുന്നു. endorsing UN reforms and investigating cross-border financial solution to reduce the reliance on US dollar. ഡോളറിലുള്ള റിലയൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് UN റിഫോംസും ക്രോസ് ബോർഡർ ഫിനാൻസിങ് സൊല്യൂഷൻസും ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് 16th ബ്രിക്സ് സബ്മിറ്റ് കീ ഔട്ട്കംസ് എന്താണെന്ന് നോക്കാം. ബ്രിക്സ് പേ എന്ന് പറയുന്ന ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ന്യൂ പേയ്മെൻറ്റ് സിസ്റ്റമാണ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മെമ്പർ നേഷൻസ് തമ്മിൽ നടത്താൻ വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. സ്വിഫ്റ്റിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ് കസാൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് അഡോപ്ഷൻ ഓഫ് റിഫോംസ് ടു ദ UN ആണ്. ഇത് പാലസ്തീനിലെ ഫുൾ UN മെമ്പർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അണ്ടർ 2 സ്റ്റേറ്റ് സൊല്യൂഷനിൽ മെമ്പർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇതിനകത്ത് പറയുന്നത്. അതുപോലെ നാഷണൽ കറൻസീസ് ട്രേഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിനകത്ത് വരുന്നൊരു കാര്യമാണ്. നെക്സ്റ്റ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഡിപ്ലോമാറ്റ്സ് 2024 ഹോണറിങ് ദ അൺസങ് ഗാർഡിയൻസ് ഓഫ് ഗ്ലോബൽ പീസ്. ഇപ്പോൾ ഇന്റർനാഷണൽ ഡേ ഓഫ് ഡിപ്ലോമാറ്റ്സ് എന്ന് പറയുന്നത് ആനുവലി ഒക്ടോബർ 24 സെലിബ്രേറ്റ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ ഇൻ്റർനാഷണൽ റിലേഷൻസും പീസും കോപ്പറേഷനും ഒക്കെ എമോങ് നേഷൻസ് ഷേപ്പ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ റോൾ ഉള്ളത് ഡിപ്ലോമാറ്റ്സിനാണ്. അപ്പോൾ ഈ ഒരു ഡേ എന്ന് പറയുന്നത് ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻസ് ഗ്ലോബൽ ഡിപ്ലോമസിയിലേക്ക് ഇത്തരം ഡിപ്ലോമേറ്റ്സിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻസിനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പീസ് ബിൽഡിങ്ങിലും ക്രോസ് ബോർഡേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇവരെടുക്കുന്ന തീരുമാനങ്ങളെയൊക്കെ ഒന്ന് ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് IFFI 2024 ഓണേഴ്സ് ഓസ്ട്രേലിയാസ് റിച്ച് ഫിലിം ലെഗസി. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് is proud to announce Australia as the country of focus for the 55th edition of International Film Festival of India. അപ്പോൾ IFFIയുടെ ഒരു കൺട്രി ഓഫ് ഫോക്കസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണെന്നാണ് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് പ്രൗഡ്ലി അനൗൺസ് ചെയ്തത്. ഇത് ഗോവയിൽ നവംബർ 20 മുതൽ 28 വരെയാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. അപ്പോൾ സ്പെഷ്യൽ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ ഡൈനാമിക് കോൺട്രിബ്യൂഷൻ ഗ്ലോബൽ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. അവരുടെ റിച്ച് സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷൻസും വൈബ്രൻ്റ് ആയിട്ടുള്ള സിനിമ കൾച്ചറും ഇന്നോവേറ്റീവ് സിനിമാറ്റിക് ടെക്നിക്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഷില്ലോങ് ടോപ്സ് ട്രാവൽ ഡെസ്റ്റിനേഷൻ ഫോർ ഇന്ത്യസ് ട്രാവലേഴ്സ് ഇൻ 2025. അപ്പോൾ ഷില്ലോങ് എന്ന് പറയുന്നത് മോസ്റ്റ് പോപ്പുലർ ഡെസ്റ്റിനേഷൻ ഓഫ് ഇന്ത്യൻ ട്രാവലേഴ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ട്രാവൽ ട്രെൻഡ്സ് റിപ്പോർട്ടിലാണ് ഇത് റിവീൽ ചെയ്തത്. ഇപ്പോൾ മേഘാലയയുടെ ക്യാപിറ്റലാണ് ഈ ലിസ്റ്റിൽ ടോപ്പ് ചെയ്തിരിക്കുന്നത്. ഷിലോങ് സർപ്പാസിംഗ് ബാക്കു എന്ന് പറയുന്നത് അസർബൈജാനിലെ സ്ഥലമാണ്. അതുപോലെ മലേഷ്യയിലെ ലാങ്കാവി എന്ന് പറയുന്ന 2 സ്ഥലങ്ങളും സർപ്പാസ് ചെയ്തുകൊണ്ടാണ് മേഘാലയയുടെ ക്യാപിറ്റൽ ലിസ്റ്റിൽ ടോപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 66% ഓഫ് ഇന്ത്യൻസ് കൂടുതലായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ന്യൂ സ്നേക്ക് സ്പീഷീസ് ഇൻ ഹിമാലയാസ് നെയിംഡ് ആഫ്റ്റർ ലിയോനാർഡോ ഡിക്കാപ്രിയോ. അപ്പോൾ ഒരു ടീം ഓഫ് സയൻറ്റിസ്റ്റ് ഒരു പുതിയ സ്പീഷീസ് സ്നേക്കിനെ വെസ്റ്റേൺ ഹിമാലയാസിൽ നിന്ന് കണ്ടുപിടിച്ചു. ആൻക്യുക്കുലസ് ഡിക്കാപ്രിയോ എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഹോളിവുഡ് സ്റ്റാർ ആയിട്ടുള്ള ലിയോനാർഡോ ഡിക്കാപ്രിയോയുടെ പേരാണ് അദ്ദേഹത്തിന് ഓണർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം ശരിക്കും വൈൽഡ് ലൈഫ് കൺസർവേഷനൊക്കെ വേണ്ടിയിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ ഒരു സ്നേക്കിന് ഇട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ലോഞ്ച് ഓഫ് ഭാരത് ചനാ ദാൽ ഫേസ് 2 ബൈ യൂണിയൻ മിനിസ്റ്റർ പ്രഹ്ലാദ് ജോഷി. ഇപ്പോൾ യൂണിയൻ ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്ററാണ് ശ്രീ പ്രഹ്ലാദ് ജോഷി. അദ്ദേഹമാണ് ഭാരത് ചനാ ദാൽ ഫേസ് 2ൻ്റെ റിറ്റെയിൽ ഫേസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഡൽഹിയിൽ വെച്ച്. അപ്പോൾ ഇത് ശരിക്കും ഗവൺമെൻറ്റിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പാണ്. അതായത് എസെൻഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിന് അഫോർഡബിൾ പ്രൈസസിൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇനീഷ്യേറ്റീവിനകത്ത് NCCFൽ നിന്നും നാഫഡിൽ നിന്നും കേന്ദ്രീയ ഭണ്ഡാറിൽ നിന്നൊക്കെയുള്ള മൊബൈൽ വാൻസ് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതുവഴി പൾസസ് ഫെസ്റ്റീവ് സീസണിൽ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത് ഒരു ഇനീഷ്യേറ്റീവും ഇതിനകത്ത് വരുന്നുണ്ട്.
നെക്സ്റ്റ് 24th ഒക്ടോബർ വേൾഡ് പോളിയോ ഡേ ആയിരുന്നു. അപ്പോൾ റോട്ടറി ഇന്റർനാഷണൽ ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആക്ച്വലി 24th ഒക്ടോബർ എന്ന് പറയുന്നത് പോളിയോ മൈലറ്റിസിനെതിരെ വാക്സിൻ കണ്ടുപിടിച്ച ടീമിനെ ലീഡ് ചെയ്ത ജോണസ് സാൽക്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ ബർത്ത് ഡേറ്റ് ആണ്. അപ്പോൾ WHO 2014 27 മാർച്ചിന് സൗത്ത് ഈസ്റ്റ് ഏഷ്യ റീജിയനെ വൈൽഡ് പോളിയോ വൈറസ് ഫ്രീ ആയിട്ട് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ പോളിയോ ഫ്രീ ആയിട്ട് WHO ഡിക്ലെയർ ചെയ്തത് 2014 ഇന്ത്യയിൽ ലാസ്റ്റ് വൈൽഡ് പോളിയോ വൈറസ് കേസ് റിപ്പോർട്ട് ചെയ്തത് 2011 പോളിയോ എന്ന് പറയുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. ഇത് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള പാരാലിസിസ് ഉണ്ടാക്കും. ഇത് നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇവൻ ഡെത്ത് വരെ സംഭവിക്കാം. സാധാരണ ഇത് എഫക്ട് ചെയ്യുന്നത് 5 വയസ്സിലെ താഴെയുള്ള കുട്ടികളിലാണ്. ഇപ്പോൾ നെക്സ്റ്റ് 24th ഒക്ടോബർ യുണൈറ്റഡ് നേഷൻസ് ഡേ ആണ്. അപ്പോൾ 1945 ഒക്ടോബർ 24 ഒഫീഷ്യലി യുണൈറ്റഡ് നേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ UN ചാർട്ടർ മെജോറിറ്റി ഓഫ് സിഗ്നേറ്ററീസും റാറ്റിഫൈ ചെയ്തതിന് ശേഷം ഈവൻ നമ്മുടെ 5 പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട് സെക്യൂരിറ്റി കൗൺസിലിൽ. അതിനുശേഷമാണ് UN എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഈ 5 പെർമനന്റ് മെമ്പേഴ്സ് സെക്യൂരിറ്റി കൗൺസിലുള്ളവർ ആരൊക്കെയാണെന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, സോവിയറ്റ് യൂണിയൻ, ചൈന ആൻഡ് ഫ്രാൻസ്. നെക്സ്റ്റ് 24th ഒക്ടോബർ വേൾഡ് ഡെവലപ്മെന്റ് ഇൻഫർമേഷൻ ഡേയും കൂടെയാണ്. അപ്പോൾ 1972 ജനറൽ അസംബ്ലി ഈ ഒരു വേൾഡ് ഡെവലപ്മെന്റ് ഇൻഫർമേഷൻ ഡേ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇപ്പോൾ ഡെവലപ്മെന്റ് പ്രോബ്ലംസിലേക്കുള്ള അറ്റൻഷൻ കൊടുക്കുക, ഇന്റർനാഷണൽ കോർപ്പറേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡേ കൊണ്ടുവന്നത്. ആക്ച്വലി 24th ഒക്ടോബർ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഡേയും കൂടെയാണ്. അപ്പോൾ അതിനോട് കോയിൻസൈഡ് ചെയ്തിട്ട് തന്നെ ഈ വേൾഡ് ഡെവലപ്മെന്റ് ഇൻഫർമേഷൻ ഡേ വേണം എന്നുള്ളത് അസംബ്ലിയുടെ തീരുമാനമായിരുന്നു. നെക്സ്റ്റ് ഡിസാർമെന്റ് വീക്ക് 2024. അപ്പോൾ 24 to 30 ഒക്ടോബർ, അതായത് 24 മുതൽ 30 ഒക്ടോബർ വരെ ഡിസാർമെന്റ് വീക്കായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഡിസാർമെന്റ് വീക്ക് എന്ന് പറയുന്നത് ആനുവലി ഒക്ടോബർ 24 സ്റ്റാർട്ട് ചെയ്യും. ഒക്ടോബർ 24 എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫൗണ്ട് ചെയ്തതിൻ്റെ ആനിവേഴ്സറി നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഡേ ആണ്. അപ്പോൾ ഇറ്റ് വാസ് ഫസ്റ്റ് കോൾഡ് ഫോർ ഇൻ ദ ഫൈനൽ ഡോക്യുമെന്റ് ഓഫ് ദ UN ജനറൽ അസംബ്ലീസ് 1978 സ്പെഷ്യൽ സെഷൻ ഓൺ ഡിസാർമെന്റ് ആൻഡ് റെയിൻഫോഴ്സ്ഡ് ഇൻ 1995. അപ്പോൾ 1978 UN ജനറൽ അസംബ്ലിയുടെ ഒരു സ്പെഷ്യൽ സെഷനിലാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഡോക്യുമെന്റ് ആയത് ഈ ഒരു ഡിസാർമെന്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് റെയിൻഫോഴ്സ് ചെയ്യപ്പെട്ടത് 1995. നെക്സ്റ്റ് 24 to 30 ഒക്ടോബർ ഗ്ലോബൽ മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി വീക്ക് ആയിട്ടും കൂടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. ഇത് ആനുവലി 2011 ശേഷം കൊമമറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് മീഡിയ അതുപോലെ ഇൻഫർമേഷൻ ലിറ്ററസി ആയിട്ട് ബന്ധപ്പെട്ട ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് എക്സ്പ്ലോർ ചെയ്യുക, അത് ഷെയർ ചെയ്യുക, വേൾഡിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഡേ കൊമമറേറ്റ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യുനെസ്കോ ഒരു ഗ്ലോബൽ കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഒക്ടോബർ 30 to 31 ടൈമിലാണ് നടക്കുന്നത് ജോർദാനിൽ വെച്ച്. ഇനി ഇപ്രാവശ്യം തീം എന്ന് പറയുന്നത് ദ ന്യൂ ഡിജിറ്റൽ ഫ്രോണ്ടിയേഴ്സ് ഓഫ് ഇൻഫർമേഷൻ, മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. നെക്സ്റ്റ് ഭീമാ സുഖം ഇന്ത്യാസ് ഫെഡറേഷൻ നെയിംസ് പ്രാസുൻ സിഗ്താർ ആസ് ഇറ്റ്സ് ഫസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 3 വർഷത്തെ ടേം ആണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഭീമാ സുഖം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. വേരിയസ് ഇൻഷുറൻസ് സ്കീംസിനെ കുറിച്ച് കസ്റ്റമേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. ഭീമ ട്രിനിറ്റി ഇനീഷ്യേറ്റീവ് IRDAയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആയിരിക്കുന്നത്. നെക്സ്റ്റ് പാകിസ്ഥാൻസ് പാർലമെന്ററി കമ്മിറ്റി പിക്സ് ജസ്റ്റിസ് യാഹ്യ അഫ്രീദി ആസ് നെക്സ്റ്റ് ചീഫ് ജസ്റ്റിസ്. അപ്പോൾ പാകിസ്ഥാനിൽ ഒരു സ്പെഷ്യൽ പാർലമെന്ററി കമ്മിറ്റി കൂടിയിട്ട് പാകിസ്ഥാന്റെ നെക്സ്റ്റ് ചീഫ് ജസ്റ്റിസിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ജസ്റ്റിസ് യാഹ്യ അഫ്രീദിയാണ് അടുത്ത ചീഫ് ജസ്റ്റിസ്. നെക്സ്റ്റ് ബൊമാൻ ഇറാനി വിൻസ് ബെസ്റ്റ് ആക്ടർ അവാർഡ് അറ്റ് IFFSA ടൊർണാഡോ ഫിലിം ഫെസ്റ്റിവൽ ഫോർ ദ മെഹ്ത ബോയ്സ്. അപ്പോൾ ബോളിവുഡ് ആക്ടർ ബൊമാൻ ഇറാനിക്ക് മെയിൽ ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് സൗത്ത് ഏഷ്യ ടൊറോണ്ടോ ഫിലിം ഫെസ്റ്റിവൽ. അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ഫിലിം ദ മെഹ്ത ബോയ്സിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിന് സൗത്ത് ഏഷ്യൻ ഫിലിം അസോസിയേഷനും അവാർഡ് നൽകി ഓണർ ചെയ്തിരുന്നു സെപ്റ്റംബർ 20 ചിക്കാഗോ സൗത്ത് ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സമയത്ത്. നെക്സ്റ്റ് പഞ്ചായത്ത് രാജ് മിനിസ്റ്റർ രാജീവ് രഞ്ജൻ സിംഗ് ടു ലോഞ്ച് വെദർ ഫോർകാസ്റ്റ് അറ്റ് ഗ്രാം പഞ്ചായത്ത് ലെവൽ. അപ്പോൾ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസുമായി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത്. മെയിനായിട്ട് ഗ്രാമപഞ്ചായത്ത് ലെവലിൽ 5 days ഡെയിലി വെതർ ഫോർകാസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവർലി വെതർ ഫോർകാസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഗ്രാമപഞ്ചായത്ത് ലെവലിൽ. ഇത് വിഗ്യാൻ ഭവൻ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ റൂറൽ കമ്മ്യൂണിറ്റീസിനെയും
എംപവർ ചെയ്യുക, അതുപോലെ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിന് അവരെയും കൂടെ എൻഹാൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഇതിന് ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്നത് ഫാർമേഴ്സിനും വില്ലേജ് കമ്മ്യൂണിറ്റിക്കും ആയിരിക്കും. അപ്പോൾ ഈ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് മിനിസ്ട്രിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് ഡിസമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഗ്രാം സ്വരാജ് എന്ന് പറയുന്ന ഒന്നുണ്ട്. എഫിഷ്യൻറ്റ് ഗവർണൻസിനും പ്രൊജക്ട് ട്രാക്കിങ്ങിനും റിസോഴ്സ് മാനേജ്മെൻറ്റൊക്കെ ഇനാബിൾ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഗ്രാം സ്വരാജ് എന്ന് പറയുന്നത്. അപ്പോൾ ദ മേരി പഞ്ചായത്ത് ആപ്പ് എന്ന് പറയുന്ന വേറൊന്നുണ്ട്. which fosters community engagement by allowing citizens to interact with the local representatives and report issue. അപ്പോൾ ലോക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് സിറ്റിസൺസിനും ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന മേരി പഞ്ചായത്ത് ആപ്പ്. പിന്നെ ഗ്രാം മൻചിത്ര എന്ന് പറയുന്ന ഒന്നുണ്ട്. അതൊരു സ്പേഷ്യൽ പ്ലാനിംഗ് ടൂളാണ്. ജിയോ സ്പേഷ്യൽ ഇൻസൈറ്റ്സ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാനിംഗ് ടൂളാണത്. നെക്സ്റ്റ്, സെയിൽ റിസീവ്സ് പ്രസ്റ്റീജിയസ് SHRM HR എക്സലൻസ് അവാർഡ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് സെയിൽ എന്ന് പറയുന്നത്. അവർക്കാണ് SHRM HR എക്സലൻസ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സലൻസ് ഇൻ ഇൻക്ലൂഷൻ, ഇക്വിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, അതുപോലെ എക്സലൻസ് ഇൻ മാനേജിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് വർക്ക് ഫോഴ്സ് കാറ്റഗറി, ഇങ്ങനെയാണ് 2 കാറ്റഗറി വരുന്നത്. അപ്പോൾ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള SHRM ഇന്ത്യ ആനുവൽ കോൺഫറൻസ് 2024 ന്യൂഡൽഹിയിൽ വെച്ചിട്ട് റീസെൻ്റ്ലി നടന്നിരുന്നു. നെക്സ്റ്റ്, 14th ഓൾ ഇന്ത്യ കോൺഫറൻസ് ഓൺ സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ്സ് ഇൻ ഗാന്ധിനഗർ, ഗുജറാത്ത്. അപ്പോൾ യൂണിയൻ ഹോം മിനിസ്റ്ററും മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ അമിത് ഷാ ആണ് 14th ഓൾ ഇന്ത്യ ഹോം ഗാർഡ്സ് ആൻഡ് സിവിൽ ഡിഫൻസ് കോൺഫറൻസിനെ അഡ്രസ്സ് ചെയ്ത് ഗുജറാത്തിൽ ഗാന്ധിനഗറിൽ സംസാരിച്ചത്. അപ്പോൾ സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് 1962 എസ്റ്റാബ്ലിഷ് ചെയ്തത്. സിവിൽ ഡിഫൻസ് ആക്ട് 1968 പാസ് ചെയ്തത്. അപ്പോൾ ഇൻവാല്യുബിൾ കോൺട്രിബ്യൂഷൻ ഓഫ് ഹോം ഗാർഡ്സ് ആൻഡ് സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് ഡ്യൂറിംഗ് ദ വാർ ഓഫ് 1965 ആൻഡ് 1971. അപ്പോൾ 1971 1965 വാറിലേക്ക് സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സും ഹോം ഗാർഡ്സും ഇൻവാല്യുബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയിരുന്നു. ഹോം ഗാർഡ്സ് ആൻഡ് സിവിൽ ഡിഫൻസ് എന്ന് പറയുന്നത് അവയർനെസ് പ്രോഗ്രാംസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഡ്രഗ് ഫ്രീ ഇന്ത്യ, ക്ലീൻ ഇന്ത്യ, ട്രീ പ്ലാന്റിംഗ്, വാട്ടർ കൺസർവേഷൻ ക്യാമ്പയിൻസ്, വുമൺ സേഫ്റ്റി, TB ഫ്രീ ഇന്ത്യ, അതുപോലെ മാൽന്യൂട്രീഷനെതിരെ ഫൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ്, ന്യൂട്രീഷൻ ക്യാമ്പയിൻസ്, ഇതിലെല്ലാം അവർ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇന്ത്യസ് 4th ന്യൂക്ലിയർ സബ്മറൈൻ ലോഞ്ച്ഡ് ഇൻ ടു വാട്ടർ. അപ്പോൾ ഇന്ത്യയുടെ 4th ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ S4 അറ്റ് ഷിപ്പ് ബിൽഡിംഗ് സെൻറ്റർ വിശാഖപട്ടണത്ത് വെച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. S4 എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ക്യാപ്പബിലിറ്റീസ് ഉണ്ട്. K4 സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട്. 3500 കിലോമീറ്ററാണ് റേഞ്ച് വരുന്നത്. ഇന്ത്യക്ക് കറൻ്റ്ലി 2 SSBNs ആണ് ഓപ്പറേഷണൽ ആയിട്ടുള്ളത്. INS അരിഹന്ത്, അത് ഓഗസ്റ്റ് 2016 കമ്മീഷൻ ചെയ്തത്. സെക്കൻഡ് SSBN എന്ന് പറയുന്നത് INS ഹരിഗത്താണ്. അത് S3, അത് കമ്മീഷൻ ചെയ്തത് ഓഗസ്റ്റ് 2024 തേർഡ് SSBN എന്ന് പറയുന്നത് അരിദ്മാൻ ആണ്. അത് കറൻ്റ്ലി സീ ട്രയൽസിൽ അണ്ടർഗോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നെക്സ്റ്റ് ഇയർ സർവീസിലേക്ക് കമ്മീഷൻ ചെയ്യപ്പെടും. അപ്പോൾ ഫസ്റ്റ് 2 SSBN എന്ന് പറയുന്നത് സെയിം റിയാക്ടറാണ് ഷെയർ ചെയ്യുന്നത്. S4ഉം S4 സ്റ്റാറും ഇംപ്രൂവ്ഡ് റിയാക്ടറാണ് ഉള്ളത്. അപ്പോൾ ഏർലിയർ ദിസ് മന്ത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഈ 2 ഇൻഡിജീനിയസ് ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസിൻ്റെ കൺസ്ട്രക്ഷൻ അപ്രൂവ് ചെയ്തിരുന്നു. അതിനെ 100 കില്ലേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ശരിക്കും ഒരു ക്രിട്ടിക്കൽ റിക്വയർമെൻ്റ് ആണ് ഇന്ത്യൻ നേവിക്ക് ഇൻഡോ പസഫിക് റീജിയൻസിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ഇന്ത്യ ടു ഹോസ്റ്റ് 16th വുമൺസ് ഇന്ത്യൻ ഓപ്പൺ ഇൻ ഗുരുഗ്രാം. അപ്പോൾ ഇൻ ഗോൾഫ് ഇന്ത്യ വിൽ ഹോസ്റ്റ് 16th എഡിഷൻ ഓഫ് വുമൺസ് ഇന്ത്യൻ ഓപ്പൺ ഇൻ ഗുരുഗ്രാം, ഹരിയാന. അപ്പം ഗോൾഫിൽ വുമൺസ് ഇന്ത്യൻ ഓപ്പൺ ഇന്ത്യയിൽ 16th എഡിഷൻ ഇന്ത്യയിലെ ഹരിയാനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതിനകത്ത് 114 പ്ലെയേഴ്സ് 31 നേഷൻസിൽ നിന്നായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതിൽ 27 പേര് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ 2016 അദിതി അശോക് ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ദ വുമൺസ് ഇന്ത്യൻ ഓപ്പൺ. വുമൺ ഇന്ത്യൻ ഓപ്പൺ വിൻ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ ആയിട്ട് മാറിയിരുന്നു. വുമൺസ് ഇന്ത്യൻ ഓപ്പൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വുമൺസ് ഗോൾഫ് ഇവൻ്റ് ആണ്. അത് 2007 ഫൗണ്ട് ചെയ്തത്. നെക്സ്റ്റ്, ഹോക്കി, ഷൂട്ടിംഗ്, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, റെസ്ലിംഗ് ഡ്രോപ്ഡ് ഫ്രം 2026 കോമൺവെൽത്ത് ഗെയിംസ് ടു ഫീച്ചർ ഓൺലി 10 സ്പോർട്സ്. അപ്പോൾ 2026 കോമൺവെൽത്ത് ഗെയിംസിൽ നിന്ന് ഹോക്കിയും ഷൂട്ടിങ്ങും ക്രിക്കറ്റും ബാഡ്മിൻ്റനും റെസ്ലിംഗും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. 2026 കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത് ഒറിജിനലി ഓസ്ട്രേലിയയിൽ സ്റ്റേറ്റ് ഓഫ് വിക്ടോറിയയിലായിരുന്നു നടക്കാനിരുന്നത്. പക്ഷേ ഇത് ബട്ട് ദ ഹോസ്റ്റ് പുൾഡ് ഔട്ട് സൈറ്റിംഗ് റൈസിംഗ് കോസ്റ്റ് കൂടുന്നത് കാരണം ഹോസ്റ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഗ്ലാസ്ഗോ ടു ഹോസ്റ്റ് ദി കോമൺവെൽത്ത് ഗെയിംസ് 2026. പക്ഷെ കുറേ സ്പോർട്സുകൾ പ്രീവിയസ് പ്രോഗ്രാമിൽ ലിസ്റ്റ് ചെയ്തിരുന്ന കുറേ
സ്പോർട്സുകൾ 19 ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം 2022 ബിർമിംഗ്ഹാമിൽ വെച്ച് നടന്നപ്പോൾ അതിൽ 19 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറേ എണ്ണം ഡ്രോപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ടേബിൾ ടെന്നീസ്, സ്ക്വാഷ്, ട്രയത്ലോൺ ഇതൊക്കെ ഡ്രോപ്പ് ചെയ്തു കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ സ്പോർട്സ് പ്രോഗ്രാം വിൽ ഇൻക്ലൂഡ് അത്ലറ്റിക്സും പാരാ അത്ലറ്റിക്സും വരുന്നുണ്ട്, ട്രാക്ക് ആൻഡ് ഫീൽഡ്, സ്വിമ്മിങ് വരുന്നുണ്ട്, പാരാ സ്വിമ്മിങ്, അതുപോലെ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ്, ട്രാക്ക് സൈക്ലിംഗ്, പാരാ ട്രാക്ക് സൈക്ലിംഗ്, നെറ്റ് ബോൾ, വൈറ്റ് ലിഫ്റ്റിംഗ്, പാരാ പവർ ലിഫ്റ്റിംഗ്, ബോക്സിംഗ്, ജൂഡോ, ബൗൾസ്, പാരാ ബൗൾസ്, 3x3 ബാസ്കറ്റ് ബോൾ, 3x3 വീൽ ചെയർ ബാസ്കറ്റ് ബോൾ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ന്യൂസിലാൻഡ് വിൻസ് ദെയർ മെയ്ഡൻ ICC വുമൻസ് 2020 വേൾഡ് കപ്പ് ബൈ ഡിഫീറ്റിംഗ് സൗത്ത് ആഫ്രിക്ക. ഫൈനലി അത് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ നടന്നത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ. അപ്പോൾ 9th ICC വുമൻസ് 2020 വേൾഡ് കപ്പ് ഒറിജിനലി ബംഗ്ലാദേശിലായിരുന്നു അലോട്ട് ചെയ്തിരുന്നത്. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി കാരണം അത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് മാറ്റിവെച്ചിരുന്നു. അപ്പോൾ ഫസ്റ്റ് വുമൻസ് 2020 വേൾഡ് കപ്പ് ഇംഗ്ലണ്ടിൽ 2009 നടന്നത്. 8 ടീമായിരുന്നു അന്ന് ഫീച്ചർ ചെയ്തിരുന്നത്. ഓൾറൗണ്ടർ അമേലിയ കർ ഓഫ് ന്യൂസിലാൻഡ് ആണ് പ്ലെയർ ഓഫ് ദി ഫൈനൽ ആയിട്ട് കണക്കാക്കപ്പെട്ടത്, ആൻഡ് ആസ് വെൽ എസ് ദി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. നെക്സ്റ്റ്, 63rd ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് റൈസിംഗ് ഡേ, ITBP, വൺ ഓഫ് ദി ഇന്ത്യയുടെ 7 സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിൽ ഒന്നാണ്. CHPFൽ വരുന്ന ഒന്നാണ് ITBP എന്ന് പറയുന്നത്. ഫോർമലി റൈസ് ചെയ്തത് October 24, 1962 ഇൻഡോ ചൈന വാറിന്റെ സമയത്ത്. ഇപ്പോൾ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആക്ട് 1949 അണ്ടറിലാണ് ഇത് വരുന്നത്. 1992 പാർലമെന്റ് ITBPF ആക്ട് കൊണ്ടുവന്നു. 1994 അതിൻ്റെ റൂൾസ് എല്ലാം ഫ്രെയിം ചെയ്തു. അപ്പോൾ ഇത് ഈ ഫോഴ്സിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ശൗര്യ, ദൃഢത, കർമ്മ, നിഷ്ഠ എന്നുള്ളതാണ്. അപ്പോൾ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് എന്ന് പറയുന്നത് 7 സെക്യൂരിറ്റി ഫോഴ്സസ് ആണ്. എല്ലാം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ ബോൺ പാം കൗർ അപ്പോയിന്റഡ് ഫസ്റ്റ് ഫീമെയിൽ CFO ഓഫ് HSBC. HSBCയിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യ ഒറിജിൻ ആയിട്ടുള്ള ആള് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് വരുന്നത്. പാം കൗർ എന്നാണ് അവരുടെ പേര്. കൗർ ഇസ് ദ ഫസ്റ്റ് വുമൺ ടു ഓക്യുപ്പൈ ദാറ്റ് റോൾ ഇൻ ദ ബാങ്ക്സ് 160 years ഓൾഡ് ഹിസ്റ്ററി. 160 വർഷത്തെ ഈ ഒരു ബാങ്കിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് കൗർ എന്ന് പറയുന്ന ഒരു വുമൺ അതിന്റെ സെൻട്രൽ റോളിലേക്ക് വരുന്നത്. നെക്സ്റ്റ്, ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതാണ് HSBC എന്ന് പറയുന്നത്. അപ്പോൾ ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് മൾട്ടിനാഷണൽ ബാങ്ക് ആണ്. ഹോങ്കോങ്ങിൽ 1865 എസ്റ്റാബ്ലിഷ് ചെയ്തത്. HSBC ഫസ്റ്റ് ഇന്ത്യൻ ബ്രാഞ്ച് കൽക്കട്ടയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു 1867. 1959 മെർക്കാൻറ്റൈൽ ബാങ്ക് അക്വയർ ചെയ്തിരുന്നു. ഇത് ബോംബെയിൽ 1853 ഏർലീസിൽ ഫൗണ്ട് ചെയ്തിരുന്നു. ഗ്ലോബൽ ഹെഡ്ക്വാർട്ടേഴ്സ് ലണ്ടൻ ആണ്, യുണൈറ്റഡ് കിങ്ഡം. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് HSBC ഇന്ത്യൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഹിതേന്ദ്ര ദേവ് ആണ്. നെക്സ്റ്റ്, പെൻഷൻ റെഗുലേറ്റർ PFRDA ഹാസ് അപ്പോയിന്റഡ് ചിത്ര ജയസിംഹ ആസ് ദി ചെയർപേഴ്സൺ ഓഫ് ബോർഡ് ഓഫ് നാഷണൽ പെൻഷൻ സിസ്റ്റം ട്രസ്റ്റ്. NPCയുടെ ട്രസ്റ്റിൻ്റെ ചെയർപേഴ്സണായിട്ട് ചിത്ര ജയസിംഹേനെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. She has been serving the NPS Trust Board as a trustee since December 2020. ഡിസംബർ 2020 മുതൽ അവർ ട്രസ്റ്റി ആയിട്ട് ഈ NPS ട്രസ്റ്റ് ബോർഡിൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ അവരെ ചെയർപേഴ്സൺ ആയിട്ടാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഈ നാഷണൽ പെൻഷൻ സിസ്റ്റം NPS എന്താണെന്ന് വെച്ചാൽ ഇതൊരു മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള വോളണ്ടറി പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ സ്കീമാണ്. പീപ്പിൾസിന് റിട്ടയർമെന്റിന് ശേഷം മണി സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കീമാണ്. ഇത് 1 January 2004 ലോഞ്ച് ചെയ്തത്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആണ് NPSന്റെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ധാര സിംഗ് ഖുറാന ഓണേർഡ് വിത്ത് മഹാത്മാഗാന്ധി ലീഡർഷിപ്പ് അവാർഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോർ ഹിസ് വർക്ക് ടുവേർഡ്സ് റൈസിംഗ് അവയർനെസ് അറൌണ്ട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അറ്റ് ദ കോമൺവെൽത്ത് ഇയർ ഓഫ് യൂത്ത് ചാമ്പ്യൻ. ഖുറാന ഇസ് എ ഇന്ത്യൻ ആക്ടർ ആൻഡ് ഫിലാന്ത്രോപ്പിസ്റ്റ്. അവർ ഇന്ത്യൻ ആക്ടറാണ്, ഫിലാന്ത്രോപ്പിസ്റ്റാണ്. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസായിട്ട് ബന്ധപ്പെട്ട് അവയർനെസ് റൈസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു, കോമൺവെൽത്ത് ഇയർ ഓഫ് യൂത്ത് ചാമ്പ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഓണർ ചെയ്തുകൊണ്ടാണ് ഈ മഹാത്മാഗാന്ധി ലീഡർഷിപ്പ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചത്. RTI മ്യൂസിയം ഫൗണ്ടേഷൻ ലെയ്ഡ് ഇൻ രാജസ്ഥാൻ, ഫോക്കസ് ഓൺ ഡിജിറ്റൽ എക്സ്ക്ലൂഷൻ. അപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റോൺ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ മ്യൂസിയം, അതാണ് RTI മ്യൂസിയം എന്ന് പറയുന്നത്. റീസെൻ്റ്ലി ബീവാറിലാണ് ഇട്ടത്. RTI മൂവ്മെൻറ്റിൻ്റെ ഒരു ബർത്ത് പ്ലേസ് ആണ് ഈ ബിവാർ എന്ന് പറയുന്നത്. ഡിജിറ്റൽ എക്സ്ക്ലൂഷൻ ഇൻ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ആണ് മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. എബൌട്ട് ഒരു 13.5 lakh പീപ്പിൾ രാജസ്ഥാനിൽ ഈ അവരുടെ പെൻഷൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്.
വിച്ച് വർ സ്റ്റോപ്ഡ് ഫോളോയിങ് ദ ഡിസ്ക്രിപ്പൻസി ഇൻ ദ ഡിജിറ്റൽ ഡാറ്റാബേസ്. ഡിജിറ്റൽ ഡാറ്റാബേസിൽ വന്ന ചില ഡിസ്ക്രിപ്പൻസി കാരണമാണ് ഇത് പെൻഷൻ റിലീസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടത്. ഈ മ്യൂസിയം എന്ന് പറയുന്ന RTI മൂവ്മെൻറ്റ്സിൻ്റെ ഹിസ്റ്ററി ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ ഒരു റിസോഴ്സ് സെൻ്റർ ആയിട്ടും കൂടെ ഇത് സെർവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ന്യൂ ഓർക്കിഡ് സ്പീഷീസ് ഡിസ്കവേർഡ് ഇൻ അസാം. ഒരു പുതിയ ഓർക്കിഡ് സ്പീഷീസിന് ഡിസ്കവർ ചെയ്തു. ക്രെപ്പീഡിയം അസാമിക്കം എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അസാം ഡിബ്രു സൈക്കോവ നാഷണൽ പാർക്കിൽ നിന്നാണ് ഇത് ഡിസ്കവർ ചെയ്തത്. മോസ്റ്റ് ഓർക്കിഡ്സിനെ പോലെ തന്നെ ഡെൻസ് ഫോറസ്റ്റിൽ ത്രൈവ് ചെയ്യുന്നതാണ് ഈ സ്പീഷീസ്. സാധാരണ ഡെൻസ് ഫോറസ്റ്റിൽ ത്രൈവ് ചെയ്യുന്ന ഓർക്കിഡ്സ് ആണ് മിക്കതും. പക്ഷേ ഈ സ്പീഷീസ് കുറച്ചുകൂടെ ഓപ്പൺ ഗ്രാസ് ലാൻഡ്സിലാണ് കാണുന്നത്. അഡീഷണലി ഇതിനൊരു മിനിമൽ ഫ്രാഗ്രൻസും ഉണ്ട്. ഈ പുതിയ സ്പീഷീസ് എന്ന് പറയുന്നത് പ്രൊഫഷണലി ത്രെട്ടൻഡ് ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് IUCN റെഡ് ലിസ്റ്റ് കാറ്റഗറി പ്രകാരം. നെക്സ്റ്റ്, ഓസ്ട്രേലിയ നോമിനേറ്റഡ് ആസ് ദ കൺട്രി ഓഫ് ഫോക്കസ് അറ്റ് ദി 55th IFFI. അപ്പോൾ 55th IFFIയിൽ കൺട്രി ഓഫ് ഫോക്കസ് ആയിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓസ്ട്രേലിയ ആണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ഇത് അനൗൺസ് ചെയ്തത്. ഇത് ഗോവയിലെ 20th നവംബർ മുതൽ 28th നവംബർ വരെയാണ് ഈ IFFI നടക്കാൻ പോകുന്നത്. 1952 ഇത് ഫൗണ്ട് ചെയ്തത്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, ഏഷ്യയിലെ തന്നെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിം ഫെസ്റ്റിവലാണ്. ആനുവലി ഗോവയിലാണിത് നടക്കാറ്. നെക്സ്റ്റ്, യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ജയന്ത് ചൗധരി ഫെലിസിറ്റേറ്റഡ് വേൾഡ് സ്കിൽസ് 2024 വിന്നേഴ്സ് അറ്റ് ഇന്ത്യസ് ഷൈൻസ് വിത്ത് 4 ബ്രോൺസ് മെഡൽസ്. അപ്പോൾ 47ാമത്തെ വേൾഡ് സ്കിൽസ് കോമ്പറ്റീഷൻ, അതിനെ വേൾഡ് സ്കിൽസ് ലിയോൺ 2024 എന്നും വിളിക്കുന്നുണ്ട്. ഇത് ലയോൺ ഫ്രാൻസിൽ വെച്ചിട്ടാണ് നടന്നത് സെപ്റ്റംബർ 10 മുതൽ 15 വരെ. അപ്പോൾ ഈ വേൾഡ് സ്കിൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ ലാർജസ്റ്റ് സ്കിൽ കോമ്പറ്റീഷൻ ആണ്. എല്ലാ 2 വർഷം കൂടുമ്പോഴും ഈ വേൾഡ് സ്കിൽസ് ഇൻ്റർനാഷണൽ ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഓവർ 70 കൺട്രീസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നടന്നത്. ഇന്ത്യക്ക് റിമാർക്കബിൾ ആയിട്ടുള്ള സക്സസ് ഉണ്ട്. 4 ബ്രോൺസ് മെഡലാണ് ഇന്ത്യ വിൻ ചെയ്തത്. നെക്സ്റ്റ്, സ്പാനിഷ് പ്രസിഡന്റ് പെഡ്രോ സാച്ചൂസ് ടു വിസിറ്റ് ഇന്ത്യ ടു ഇനാഗ്രേറ്റ് C-295 എയർക്രാഫ്റ്റ് പ്ലാന്റ് വിത്ത് PM മോദിജി. അപ്പോൾ 2 ലീഡേഴ്സ്, ഈ 2 ലീഡേഴ്സും കൂടെ ചേർന്ന് PM മോദിജിയും സ്പാനിഷ് പ്രസിഡന്റും കൂടെ ചേർന്നിട്ടാണ് ഫൈനൽ അസംബ്ലി ലൈൻ പ്ലാന്റ് ഓഫ് C-295 എയർക്രാഫ്റ്റ് വധോദരയിൽ വെച്ചിട്ട് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ശരിക്കും മേക്കിംഗ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഏവിയേഷൻ സെക്ടർ എക്സ്പാൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു ഇത് വരുന്നത്, ഇങ്ങനെ ഒരു പ്ലാന്റിൻ്റെ നിർമ്മാണം വരുന്നത്. ഇത് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് എയർബസ് സ്പെയിനുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. C-295 എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സിലെ ഏജിംഗ് ഫ്ലീറ്റ് ആയിട്ടുള്ള അവ്രോ 748 പ്ലെയിൻസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വരാൻ പോകുന്നത്. നെക്സ്റ്റ്, ഫസ്റ്റ് വുമൺ ഓൺ മൂൺ ടു വെയർ പ്രാധ ഡിസൈൻഡ് സ്പേസ് സ്യൂട്ട് for NASA's 2026 mission. The first woman to set foot on the moon will be dressed in a designer spacesuit collaboration between NASA and Italian fashion house Prada, known as Axiom Extravehicular Mobility Unit. അപ്പം ആദ്യത്തെ വുമൺ മൂണിൽ കാലുകുത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ അവർ ധരിക്കുന്ന സ്പേസ് സൂട്ട് എന്ന് പറയുന്നത് നാസയും ഇറ്റാലിയൻ ഫാഷൻ ഹൗസ് ആയിട്ടുള്ള പ്രാധയും കൂടെ കൊളാബറേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതിനെ ആക്സിയോം എക്സ്ട്രാ വെഹിക്കുലാർ മൊബിലിറ്റി യൂണിറ്റ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആർട്ടിമിസ് 3 മിഷന് ലൂണാറിൻ്റെ സൗത്ത് പോളിലേക്കുള്ള ഒരു മിഷനാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് സ്യൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കട്ടിംഗ് എഡ്ജ് സ്പേസ് സ്യൂട്ടാണ് ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 2026 ഈ ഒരു മിഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മിഷൻ എന്ന് പറയുന്നത് നാസ ഇറ്റ്സ് നോട്ട് ഓൺലി മാർക്സ് നാസാസ് റിട്ടേൺ ടു ദ മൂൺ ബട്ട് വിൽ ഓൾസോ ബി ദ ഫസ്റ്റ് ടൈം എ വുമൺ വാക്ക് ഓൺ ഇറ്റ് സർഫസ്. നാസ മൂൺ മിഷനിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് കൂടാതെ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു മിഷനിലൂടെ ഒരു വുമൺ മൂണിൻ്റെ സർഫസിൽ കാലുകുത്താൻ പോകുന്നത്. അപ്പോൾ ആർട്ടിമിസ് 3 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്രൂഡ് മൂൺ ലാൻഡിംഗ് മിഷനാണ്. അപ്പോളോ 17 1972 ശേഷം വരുന്ന ആദ്യത്തെ ക്രൂഡ് മൂൺ ലാൻഡിംഗ് മിഷനാണ് ആർട്ടിമിസ് 3 എന്ന് പറയുന്നത്. അപ്പം നാസ ഫസ്റ്റ് ഫീമെയിൽ ആസ്ട്രോണോട്ടിനെ ഫസ്റ്റ് ആസ്ട്രോണോട്ട് ഓഫ് കളറിനെയും ലൂണാർ സർഫസിൽ ലാൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അവർ മൂണിൽ 1 വീക്ക് സ്പെൻഡ് ചെയ്യും, സയൻറ്റിഫിക് സ്റ്റഡീസ് നടത്തും, ദെൻ എർത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഹോങ്കോങ് ഡിസ്കവേഴ്സ് ഡൈനോസർ ഫോസിൽസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇപ്പോൾ ഹോങ്കോങ്ങിൽ ഡൈനോസർ ഫോസിൽസ് ആദ്യമായിട്ടാണ് സിറ്റിയിൽ ഒരു റിമോട്ട് അൺഇൻഹാബിറ്റഡ് ഐലൻഡിൽ ഡിസ്കവർ ചെയ്യുന്നത്. ഈ ഫോസിൽസ് എന്ന് പറയുന്നത് ലാർജ് ഡൈനോസറിൻ്റെ ആണ്, ക്രിട്ടേഷ്യസ് പീരീഡിലെ ഡൈനോസറിൻ്റെ ആണ്. ഏകദേശം 145 മില്യൺ ടു 66 മില്യൺ ഇയേഴ്സ് എഗോ ജീവിച്ചിരുന്ന ഒരു ഡൈനോസറിൻ്റെ ഫോസിലാണ്. അപ്പോൾ ഈ റോക്ക് എന്ന് പറയുന്നത് പോർട്ട് ഐലൻഡിലാണ് കണ്ടുപിടിച്ചത്.
അത് ശരിക്കും ഹോങ്കോങ്ങിലെ ഒരു യുനെസ്കോ ഗ്ലോബൽ ജിയോ പാർക്കാണ്. നെക്സ്റ്റ്, ഇലക്ഷൻ കമ്മീഷൻ സൈൻസ് ഇലക്ട്രൽ കോർപ്പറേഷൻ പാക്ട് വിത്ത് ഉസ്ബെക്കിസ്ഥാൻ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ട്രൽ കോർപ്പറേഷൻ ഉസ്ബെക്കിസ്ഥാൻ സെൻട്രൽ പോൾ ബോഡിയായിട്ട് ചേർന്ന് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ തഷ്കേന്തിലേക്കുള്ള വിസിറ്റിന്റെ ഭാഗമായിട്ടാണ് നടന്നത്. ആൻഡ് വെർ ഹി ഈസ് സർവിംഗ് ആസ് എൻ ഇന്റർനാഷണൽ ഒബ്സർവർ ഫോർ അപ്കമിംഗ് ഇലക്ഷൻ ഷെഡ്യൂൾഡ് ഫോർ October 27. അപ്പോൾ October 27 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന അപ്കമിംഗ് ഇലക്ഷൻ്റെ ഇന്റർനാഷണൽ ഒബ്സർവർ ആയിട്ടാണ് അദ്ദേഹം അവിടെ പോയിരിക്കുന്നത്. നെക്സ്റ്റ്, അമിതാഭ് ചൗധരി റീ അപ്പോയിന്റഡ് ആസ് MD and CEO ഓഫ് ആക്സിസ് ബാങ്ക് ബൈ RBI. ഇപ്പോൾ ആക്സിസ് ബാങ്ക് ഒഫീഷ്യലി അമിതാഭ് ചൗധരിയുടെ അദ്ദേഹത്തെ MD ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് റീ അപ്പോയിന്റ് ചെയ്തതായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 3 year ടേമിലേക്കാണ് പുതിയ അപ്പോയിൻമെന്റ് വന്നിരിക്കുന്നത്. January 1, 2025 മുതൽ December 31, 2027 വരെയാണ് ഈ ഒരു അപ്പോയിൻമെന്റ് പോകുന്നത്. നെക്സ്റ്റ്, ഭൂപേന്ദ്ര പട്ടേൽ ഇനോഗ്രേറ്റ് 17th അർബൻ മൊബിലിറ്റി ഇന്ത്യ കോൺഫറൻസ് ആൻഡ് എക്സ്പോ 2024. അപ്പോൾ ചീഫ് മിനിസ്റ്റർ ശ്രീ ഭൂപേന്ദ്ര പട്ടേൽ 17ാമത്തെ അർബൻ മൊബിലിറ്റി ഇന്ത്യ കോൺഫറൻസ് ആൻഡ് എക്സ്പോ 2024 ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിർ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഈ കോൺഫറൻസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഒപ്റ്റിമൈസേഷൻ ഓഫ് അർബൻ ട്രാൻസ്പോർട്ട് സൊല്യൂഷൻസിലേക്കാണ്. അപ്പോൾ മെയിനായിട്ട് അർബൻ മൊബിലിറ്റി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് വഴിയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസസ് വഴിയും എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എയിം. നെക്സ്റ്റ്, മെറ്റ പാർട്ട്നേഴ്സ് വിത്ത് ഇന്ത്യ AI എ ലീപ് ടുവേർഡ്സ് ഓപ്പൺ സോഴ്സ് AI ഇന്നോവേഷൻ. അപ്പോൾ ഇത് സ്ട്രാറ്റജിക് മൂവ് ആണ്. മെയിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ത്യയിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റയുമായിട്ട് പാർട്ട്ണർ ചെയ്ത് ഇന്ത്യ AI, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും കൂടിയിട്ടാണ് ഒരു ഓപ്പൺ സോഴ്സ് AI റിസർച്ച് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കൊളാബറേഷനകത്ത് എ സെൻറ്റർ ഫോർ ജനറേറ്റീവ് AI IIT ജോധ്പൂരിൽ വരുന്നുണ്ട്. അതുപോലെ AI ഫോർ സ്കില്ലിംഗ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് AI എക്കോസിസ്റ്റം സസ്റ്റൈനബിൾ ആയിട്ട് ഫോസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും യൂത്തിനെ എംപവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് എയിം ചെയ്യുന്നത്. നെക്സ്റ്റ്, റിനൗണ്ട് ഫിസിസ്റ്റ് ആൻഡ് ജെൻഡർ ഇക്വിറ്റി പ്രൊപ്പോണൻറ്റ് രോഹിണി ഗോഡ്ബോലെ passes at 71. പ്രൊഫസർ റോഹിണി ഗോഡ്ബോലെ എസ്റ്റീംഡ് ആയിട്ടുള്ളൊരു ഫിസിസ്റ്റും പത്മശ്രീ അവാർഡിയുമാണ്. അദ്ദേഹം അവർ ബാംഗ്ലൂർ വെച്ചിട്ട് 71ാമത്തെ വയസ്സിൽ മരണപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും പാർട്ടിക്കിൾ ഫിസിക്സിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ജെൻഡർ ഇക്വാലിറ്റിയായി ബന്ധപ്പെട്ടൊരു ലീഡിംഗ് അഡ്വക്കേറ്റും കൂടെയാണ് പ്രൊഫസർ ഗോഡ്ബോലെ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ചാണക്യ ഡിഫൻസ് ഡയലോഗ് 2024 കൊൾമിനേറ്റ്സ് അറ്റ് ന്യൂഡൽഹി. ചാണക്യ ഡിഫൻസ് ഡയലോഗ് 2024 എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് ഡ്രൈവേഴ്സ് ഇൻ നാഷണൽ ബിൽഡിങ്ങിലാണ്. നാഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻ്റഗ്രേഷനും സെക്യൂരിറ്റിയൊക്കെ ഫോസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. കീ ഡിസ്കഷൻസ് ടെക്നോളജി എങ്ങനെ ഡിഫൻസിൽ ഹെൽപ്പ് ചെയ്യും, ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്സ്, അതുപോലെ കോസി സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ ഡിസ്കഷനിൽ വന്നത്. നെക്സ്റ്റ്, നാഷണൽ ട്രാൻസ്ജെൻഡർ ചിൽഡ്രൻ ഡേ ആയിരുന്നു October 26. അപ്പോൾ നാഷണൽ ട്രാൻസ്ജെൻഡർ ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്നത് ആനുവലി October 26 സെലിബ്രേറ്റ് ചെയ്യുന്നത്. ട്രാൻസ്ജെൻഡർ ചിൽഡ്രനെ ഓണർ ചെയ്യുന്നതിനും അക്നോളജ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡേ കൊണ്ടുവന്നത്. നെക്സ്റ്റ്, വേൾഡ് ഡേ ഫോർ ഓഡിയോ വിഷ്വൽ ഹെറിറ്റേജ് October 27 വേൾഡ് ഡേ ഫോർ ഓഡിയോ വിഷ്വൽ ഹെറിറ്റേജ് ആയിരുന്നു. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, അതായത് യുനെസ്കോ, മറ്റ് ഓർഗനൈസേഷൻസുമായിട്ട് വർക്ക് ചെയ്ത് ഇത്തരത്തിലുള്ള ഓഡിയോ വിഷ്വൽ ഹെറിറ്റേജ് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡേ കൊണ്ടുവന്നത്. അപ്പോൾ വേൾഡ് ഡേ ഫോർ ഓഡിയോ വിഷ്വൽ ഹെറിറ്റേജ് എന്ന് പറയുന്നത് ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽസിൻ്റെ പ്രിസർവേഷനെയും സിഗ്നിഫിക്കൻസിനെയും കുറിച്ചുള്ള ഒരു അവയർനെസ് റേസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഡേ ആണ്. നെക്സ്റ്റ്, UN എമിഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് 2024 ക്ലോക്ക് ഈസ് ടിക്കിംഗ്. അപ്പോൾ എമിഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് 2024 പ്രകാരം ഗ്ലോബൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എന്ന് പറയുന്നത് 2023 1.3% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹിസ്റ്ററി തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ലെവലാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കറണ്ട് പേസ് എന്ന് പറയുന്നത് വേൾഡ് 3.1 degree Celsius ടെമ്പറേച്ചർ റൈസ് അറ്റ് ദ എൻഡ് ഓഫ് ദി സെഞ്ചുറി ആകുമ്പോഴത്തേക്കും ട്രാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് ശരിക്കും പാരീസ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ലിമിറ്റിനേക്കാളും വളരെ എബവ് ആയിട്ടുള്ളൊരു ലിമിറ്റാണ്. അപ്പോൾ 2010 മുതൽ തന്നെ ആനുവൽ സയൻസ് ബേസ്ഡ് ഒരു അസസ്മെൻറ്റ്, അതായത് എസ്റ്റിമേറ്റഡ് ഫ്യൂച്ചർ ഗ്ലോബൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു റിപ്പോർട്ട് ഇറക്കുന്നുണ്ട്. ഇത് മെയിനായിട്ട് എങ്ങനെയൊക്കെ ക്ലൈമറ്റ് മിറ്റിഗേഷൻ പ്ലെഡ്ജസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കാനും കൂടെ വേണ്ടിയിട്ടുള്ളൊരു റിപ്പോർട്ടാണ്. ഓക്കെ,
സോ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.